ചിന്തയ്ക്ക് അടിസ്ഥാനം വളരെ പരിചിതമായ ഒരു തിരുവെടുത്ത് വായിച്ചു. 90-ാമത്തെ സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ തിരുവെടുത്ത് വായിച്ചു സഹായിക്കും. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. മതി, ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. ദൂരത്തിരുന്ന് ശ്രവിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ ദാസൻ കുടുംബം ഈ രാത്രി ശുശ്രൂഷ ബന്ധിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം. ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തൃദാസൻ സഭ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ഇതിനു മുമ്പായിരുന്നു വരേണ്ടത്, എന്നാൽ ഡേറ്റിന് അല്പം വ്യത്യാസം വരുത്തി. എങ്കിലും ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചതിനാൽ ദൈവത്തിന് മഹത്വം. ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഈ രാജ്യത്ത് വന്നത്. അത് പെട്ടെന്നുള്ള ക്രമീകരണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാനും ഒന്നും സാധിച്ചില്ല. എങ്കിലും അറിഞ്ഞ് ചിലര് ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു. അതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വരുന്ന ദിവസം നാട്ടിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങളിലൂടെ ഇവിടെ ഉണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ അടുത്തടുത്ത് 2 യോഗങ്ങളുണ്ട്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിന് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് വായിച്ചത്. 90-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ തിരുവെടുത്ത്. എല്ലാവർക്കും വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാണ്. വേദവാക്യങ്ങൾ ഞങ്ങൾ ഗായമാവാൻ വേദാനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പി. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമയാകാരത്തെ നീ നൽകി. മെച്ചമ നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയോ നല്ലതാക്കി നിന്നേ നല്ലതാക്കി നിന്നേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരുവചനത്തിൽ നിന്ന് അതിന്റെ ശബ്ദം വേണ്ട, അത് നിർത്തിയ അത് കുറ്റമൊന്നും അല്ല. ചില പാസ്റ്റേഴ്സിന് ഇതുണ്ടേലേ അവർക്ക് പറ്റുള്ളൂ. എനിക്ക് ഇതുണ്ടെങ്കിൽ എന്നാലും തെറ്റും.
തൊണ്ണൂറാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ തിരുവെടുത്ത് ഒന്നുകൂടെ. ഞങ്ങൾ ഉള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇന്ന് രാത്രി ചില കാര്യങ്ങൾ എണ്ണണം. അതാ നമ്മുടെ വിഷയം. എന്തൊക്കെ എണ്ണണമെന്ന ആ ഭാഗത്തേക്ക് മുമ്പ് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ധ്യാനിക്കാം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. സാധാരണ ഈ സങ്കീർത്തനം എല്ലാവരും എപ്പോഴും വായിക്കാറില്ല. നിങ്ങൾക്കറിയാം എപ്പോഴാ ഇത് വായിക്കുന്ന? സാധാരണ അപ്പോൾ ദുഃഖഭവനങ്ങളില് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ വേളകളില് സാധാരണ ഈ സങ്കീർത്തനം കൂടെ കൂടെ വായിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഈ സങ്കീർത്തനം വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ചിലര് ഓർഡറായിട്ട് വായിച്ചു വരുന്നവരുണ്ട്. അവര് 89 കഴിഞ്ഞത് വായിച്ചു നോക്കുകയുള്ളൂ. അല്ലാതെ സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് 90-ാം സങ്കീർത്തനം വായിക്കുമെന്ന് തോന്നുന്നില്ല. അഥവാ പിള്ളേർ വായിക്കാൻ തുടങ്ങിയാൽ പറയാം, നിനക്ക് അതേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കും. അപ്പച്ചൻ വയ്യാതിരിക്കുന്നു നേരം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെ മൂബിലെ പോകുന്നെന്നാ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായമുള്ളവരും പറയും കുഞ്ഞിന് വേറെ സങ്കീർത്തനം ഒന്നും ഇല്ല. എന്നാൽ അതിന്റെ തൊട്ടടുത്ത സങ്കീർത്തനം വായിക്കും. അത് എപ്പോഴും വായിക്കും. അത് വളരെ സന്തോഷമാണ്. ഈ 90-ാം സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല സങ്കീർത്തനത്തിനെല്ലാം വളരെ പ്രാധാന്യമാണ്. ഈ കുവൈറ്റിലെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ ഇപ്പം ദുരുപദേശക്കാര് ധാരാളം എഴുന്നേറ്റിട്ടുണ്ട്. അവർ പറഞ്ഞ സങ്കീർത്തനം വായിക്കരുതെന്ന്. സങ്കീർത്തനം വായിക്കരുതെന്ന്. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വേറൊരിക്കല് ഒരു വിദ്വാൻ ചോദിച്ചു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് ആരാന്ന്? ഏതാ പഴയ നിയമോ അവനതാ അറിയേണ്ടത്. ഇത് ഈ പരുവത്തിന് നമ്മുടെ കയ്യിൽ തരാൻ ആ മിഷണറിമാരെന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അന്നേരം ഈ വിവരദോഷി ചോദിക്കുക, ഇതെല്ലാം കൂടെ ഒന്നിച്ച്. ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. അച്ചുകൂടം ഉണ്ടാക്കി. ഞാനെപ്പോഴും സാധാരണ നാട്ടിലൊക്കെ പറയും, ഈ ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാക്കാൻ എളുപ്പമാ. ഇങ്ങനെ 2 കമ്പി ഇങ്ങനെ വെച്ച് ഇടയ്ക്കൊരു കമ്പി വെക്കുമ്പോ മുടുത്തൊരു കമ്പി ഒന്ന് വളച്ചാ മതി. പി അതാ വേറൊരു കമ്പി ഇങ്ങനെ വെച്ചാ മതി. അത് സി. ഐക്കാന്ന് ചുമ്മാ ഇങ്ങനെ വെച്ചാ മതി. അപ്പം ഇംഗ്ലീഷ് അക്ഷരം പെട്ടെന്നാ നമുക്ക് എടുക്കാം. മലയാളം അങ്ങനെ ഒക്കെ ഒരു ഇത്ത എത്ര വളച്ചാല ഇത്ത അങ്ങോട്ട് തീർന്നപ്പം ചെറിയ വളയും പിന്നെ മുഴുവൻ വളയവാ അല്ലേ. അന്നേരം ഇണ്ണ ഊപാട് വരിക. അപ്പം ഇതൊക്കെ ഇച്ഛ ഇച്ഛ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഇറു മലയാളത്തിലെ എഴുത്തച്ഛന്റെ ഭാഷ പഠിച്ചാൽ റു അങ്ങനെയുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ അക്ഷരങ്ങളെല്ലാം പെറുക്കി ക്രമപ്പെടുത്തി ഇത് ചെയ്തു തന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സത്യവേദ പുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ. പെന്തിക്കോസുകാരും ഇതിനെ കഷ്ടപ്പെട്ടിട്ടില്ല. പെന്തിക്കോസുകാര് ഉപദേശങ്ങൾ പറയും. പക്ഷെ ഈ പുസ്തകം ഈ പരുവത്തിന് തരാൻ കഷ്ടപ്പെട്ടത് CMS-ലെ അല്ലെങ്കിൽ CSI-ലെ മിഷണറിമാരാ. പെന്തിക്കോസുകാരൊന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയല്ല. ഉടനെ പറയും പുള്ളി ഇപ്പൊ CSI-ലാന്നാ തോന്നുന്നത്. ഉടനെ അതിന് കയറി അത് നല്ല കാര്യത്തോട് യോജിക്കുകയല്ല. അവരൊത്തിരി കഷ്ടപ്പെട്ടതാ മിഷണറിമാര്. നന്നായിട്ട് അവര് സുവിശേഷം അറിയിച്ച ധാരാളം ഭക്തന്മാരുണ്ട്. എത്രയോ മിഷണറിമാര് കേരളത്തിലാ അവരെ അടക്കിയേക്കുന്നത്. അവരുടെ ജീവിതം അവിടെ കൊണ്ട് ഇവിടെ തീർക്കുകയായിരുന്നു. ധാരാളം ഭക്തന്മാരായ ദൈവദാസന്മാർ. അപ്പൊ അങ്ങനെയുള്ളവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ബന്ധപ്പെട്ട ഈ പുസ്തകം നമുക്കൊന്ന് തരാൻ. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് വിവരം ഉണ്ടാകാനാ. നമുക്ക് വിവരം ഉണ്ടാകാനുള്ള നല്ല പുസ്തകം ഇതേ ഉള്ളൂ.
എന്തേലും ഇച്ചിരി വിവരം വല്ലതും വന്നിട്ടുണ്ട് അത് ഈ പുസ്തകം കിട്ടിയത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയേക്കുന്നത്. ഉൽപ്പത്തി വിവരം ആ 2-ാം അധ്യായത്തിലുണ്ടെന്ന് വായിച്ച്. ഉൽപ്പത്തി വിവരം അങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോ? വായിക്കാനാ പറയാനല്ലല്ലോ പറഞ്ഞ. ഉം. ആ ആ ഉൽപ്പത്തി വിവരം, അതാ വിവരമെന്ന. അപ്പോൾ വിവരം വെക്കാനുള്ള നല്ല പുസ്തകമാ സത്യവേദ പുസ്തകം. ഇത് ശരിക്കും വായിച്ച് ധ്യാനിച്ചവർക്കെല്ലാം വിവരം ഉണ്ടായിട്ടുണ്ട്. ഇനി ആരേലും വിവരമില്ലെന്ന് ചിന്തയുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി, വിവരം ഉണ്ടാകും. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകമായി സത്യവേദ പുസ്തകം. അപ്പോഴാ ഒരുത്തൻ ചോദിക്കുന്നത്, രണ്ടും കൂടെ ഒന്നിച്ച് കുത്തിക്കെട്ടിയത് അവൻ അതാ അറിയണ്ട. അപ്പം വേറൊരു വിദ്വാൻ രംഗത്ത് വന്ന് പറഞ്ഞു, ഇതങ്ങ് കീറിക്കളഞ്ഞ പഴയ നിയമം എല്ലാം കൂടെ, ഇവനെല്ലാം ഭൂതമാ. അതെ, എല്ലാം ശാശ. നിങ്ങൾ ഓർക്കും, ഇവന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ ഇവന്റെ ഭൂതം പോയി, ഇവന് വെളിവും വെള്ളിയാഴ്ച നിങ്ങളുമായിട്ടായി പാണോന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പം പമ്മെന്ന് കാണുമ്പോ എനിക്ക് ഡൗട്ട് അടിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഈ 66 പുസ്തകം ദൈവത്തിന്റെ തിരുവെടുത്ത. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ ഇത് തിരുവെടുത്ത. മനുഷ്യര് സംസാരിച്ചതും മനുഷ്യര് തമ്മിൽ സംസാരിച്ചതും ദൈവം ഇടപെട്ടതും ദൂതൻ വന്ന് പറഞ്ഞതും ആമൻ അരുളപ്പാട് ലഭിച്ചതും അത് എഴുത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയും ഒക്കെ പല വിധത്തിൽ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസിയം, ദൈവത്തിന് മഹത്വം. ആട്ടെ, ചില കാര്യങ്ങള് പറയുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാ, 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകവും പുതിയ നിയമം 27 പുസ്തകം. 40 എഴുത്തുകാരായി ഇത് എഴുതിയത്, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട്. അതില് പ്രാരംഭത്തിൽ മോശയുടെ 5 പുസ്തകം പഞ്ചഗ്രന്ഥങ്ങൾ നമുക്കറിയാം, പിന്നീട് ചരിത്ര പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നെ സംഗീത പുസ്തകങ്ങൾ. അതിനുശേഷമായിട്ട് നമുക്കറിയാം പ്രവചന പുസ്തകം, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാര്, യെശയ്യാവ് മുതൽ മലാഖി വരെ. പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം അതും ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തിൽ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, ആദിമ സഭയുടെ ചരിത്രം. പിന്നീട് 21 ലേഖനങ്ങളാ, അത് മുഴുവൻ ഉപദേശങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായം, അത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതെല്ലാം ദൈവം മറച്ചു വെച്ചത് വെളിപ്പെടുത്തി കൊടുത്തു. അത് നമ്മൾ വായിക്കുന്നത് ആരുടെ വെളിപ്പാടാന്നാ? നന്നായിട്ടൊന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. സ്തോത്രം. അങ്ങനല്ലേ വായിച്ചേ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ മുഴുവൻ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ കാണേണ്ടത്. പക്ഷെ പല ആൾക്കാര് ഈ മറ്റ് വിഷയങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുന്നില്ല. വരുന്നവരും പോകുന്നവരും എല്ലാം മൃഗത്തിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, ജനത്തിന് കേൾക്കാനും അതാ ഇഷ്ടം. അവിടുന്ന് കയറി വരുന്ന മൃഗം, ഇത് മൃഗത്തെ പറ്റി പറഞ്ഞ് കേട്ടവർക്കും പറയുന്നവർക്കും എല്ലാം ഏതാണ്ട് മൃഗത്തിന്റെ സ്വഭാവം, ഒരു കരുണയോ ആർദ്രതയോ ഒന്നുമില്ലല്ലോ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. അതാ നമ്മൾ അറിയേണ്ടതും കാണേണ്ടതും ഗ്രഹിക്കേണ്ടതും. ഓരോ അധ്യായം നിങ്ങൾ പഠിച്ചോ, മുഴുവൻ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്റെ വിഷയമല്ലല്ലോ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ 66 പുസ്തകം. ഇതില്
വളരെ ഈടുറ്റ പുസ്തകമാ സങ്കീർത്തന പുസ്തകം. സങ്കീർത്തനം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എത്ര സങ്കീർത്തനമുണ്ട്? ഓർക്കം പറ. 150 സങ്കീർത്തനം. ഈ 150 സങ്കീർത്തനം പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകമുണ്ടല്ലോ. മോശയുടെ പഞ്ചഗ്രന്ഥം മോശയുടെ ഏതൊക്കെ? ഇപ്പൊ നിങ്ങള് ചിലര് ചിന്തിക്കുക, ഇങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വന്നേക്കാം, ഇത് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ല, അത് അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇതറിയാത്ത ചിലര് കണ്ടെന്ന് വരാം. അപ്പോൾ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്ന് പറഞ്ഞതുപോലെ ഈ 150 സങ്കീർത്തനവും 5 പുസ്തകങ്ങളായിട്ടാ പഠിക്കുന്നത്. സങ്കീർത്തനവും 5 പുസ്തകമാണ്. 42ന്റെ തലക്കെട്ട് വായിച്ചേ. ഓ, അതാണോ തലക്കെട്ട്? അങ്ങനെ വായിക്കേ. അപ്പൊ 1-ാം പുസ്തകം എവിടെ മുതലാ? 1 മുതൽ 41 വരെ 1-ാം പുസ്തകം. 42ന്റെ ഹെഡിങ് എങ്ങനെ? 2-ാം പുസ്തകം. ഇനി 73ന്റെ ഹെഡിങ് വായിര്. 3-ാം പുസ്തകം. അപ്പൊ 2-ാം പുസ്തകം എവിടം വരെ? 72 വരെ. ഇനി 90ന്റെ ഹെഡിങ് വായിര്. 4-ാം പുസ്തകം. അപ്പൊ 3-ാം പുസ്തകം എവിടം വരെ? 89 വരെ. ഇനി 107ന്റെ ഹെഡ് വായിര്. 5 നോക്കിയാ ചാന്നോ വായിക്കുന്നത്? ചുമ്മാ ഇരുന്നങ്ങ് പറയാന്ന്. 4 കഴിഞ്ഞ് 5 ഞാനും പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മള് പുസ്തകം നോക്കി വായിക്കുന്ന നല്ലത്. അപ്പോൾ 5-ാം പുസ്തകം. അപ്പൊ 4-ാം പുസ്തകം എവിടം വരെ? 106 വരെ. 5-ാം പുസ്തകം എവിടം വരെ? 5-ാം പുസ്തകം എവിടം വരെ? ഈ ബഹളത്തിനിടെ ഞാൻ കേൾക്കുകയില്ലെന്നൊന്നും ഇരിക്കരുത്, എനിക്ക് നല്ല ശ്രദ്ധയാണ്. ദൈവത്തിന്റെ മകൻ. അപ്പോൾ 5 പുസ്തകങ്ങളായിട്ടാണ് ഈ 150 സങ്കീർത്തനത്തെ തിരിച്ചിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായി സങ്കീർത്തനം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പുസ്തകവും അവസാനിപ്പിക്കുമ്പോൾ ആമേൻ എന്നുണ്ട്. 41ന്റെ ഒടുവിൽ വായിച്ച ആമേൻ ഇല്ലേ? വാക്യം വായിര്. ആമേൻ, ആമേൻ, ആമേൻ. ഇനി 72ന്റെ ഒടുവിൽ വായിച്ചേ. അതിന്റെ മേലൊരു വാക്യം 12-ാം വാക്യത്തിൽ ആമേനുണ്ട്. ആമേൻ, അവിടെ ആമേനുണ്ട്. 89ന്റെ അപ്പൊ ഈ പുസ്തകം ഒടുവിൽ ആമേൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആന്ന. അപ്പോൾ സങ്കീർത്തനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ സങ്കീർത്തനത്തിലെല്ലാം എഴുന്നു നിൽക്കുന്ന വിഷയം വ്യക്തി യേശുക്രിസ്തുവാണ്. ഇത് അറിയാത്ത പൊട്ടന്മാരാ പറയുന്നത് ഇത് വായിക്കരുത്, പഠിപ്പിക്കരുതെന്ന്. ഇവനെല്ലാം വിവരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ 150 സങ്കീർത്തനം എടുത്തോ, അതിലെല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷിതാവുമാകുന്ന നസറയനാകുന്ന യേശുക്രിസ്തുവാണ്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഒത്തിരി വാക്യം തെളിയിക്കാനുണ്ട്. ഇപ്പൊ അതിനുള്ള സമയമല്ലല്ലോ ഇത്. പിന്നെ ഇത് വായിക്കരുതെന്ന് പഠിപ്പിക്കരുതെന്ന് പറയുന്ന വിവരദോഷികൾ വല്ലോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വിവരദോഷികൾ അറിയാൻ 2 വാക്യം ഇപ്പൊ തരാം. 2 എണ്ണം മതിയല്ലോ. ഗുണമാകാനാന്നേ 2 പോരെ, അതോ അതിൽ കൂടുതൽ വേണോ? 2 മതി. 2-ാം സങ്കീർത്തനം 12 വായിച്ചു. മതി, അതല്ലേ അത്യാവശ്യം. ദൈവത്തിന് മഹത്വം. 22ന്റെ 11 മുതൽ വായിച്ചോ. കഷ്ടാനുഭവങ്ങളുടെ നീണ്ട പട്ടികയാ. അവിടുത്തെ
ഈ പുള്ളിക്ക് ഒരു അവസരം കൊടുക്കുമ്പോഴേക്ക് ഇങ്ങോട്ട് കൊടുത്തേ. ആ, നമ്മൾ തന്നെ കമന്ന് കിടന്ന് വായിച്ചാലോ. ആ, കഷ്ടം അനുസരിക്കിയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ആ, അനേകം കാളകൾ എന്നെ നിങ്ങൾ കാൽവറുകിലേക്ക് കണ്ണുയർത്തിക്കേ. പീലാത്തോസിന്റെ കളത്തലത്തിലോട്ടൊന്ന് പോയേ, ആ മഹാപുരോഹിതന്മാരുടെ മുമ്പിലോട്ട് പോയി നിന്നേ. അനേകം കാളകൾ അവിടുത്തെ വളഞ്ഞിരിക്കുക. അന്നാസും അയ്യപ്പാവും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും റോമൻ പടയാളികളും, യാതൊരു കരുണയില്ലാത്ത ദാക്ഷിണ്യമില്ലാത്ത പടയാളികൾ ചാട്ടവാരെടുത്ത് ഘോരമായി അവിടുത്തെ തിരുശരീരത്തിൽ അടിച്ച് ചാട്ടവാര് പറിക്കുമ്പോൾ മാംസങ്ങൾ ഇരുന്ന് പറഞ്ഞു മാറുകയാ. ഇതായി സങ്കീർത്തനക്കാരൻ ആത്മാവിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് ജാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ സോടെ ജാപത്തിൽ തൂങ്ങിയ വേദന വരുത്തി വച്ചത് നീജൻ ഞാനയ്യോ, നിനക്ക് വേദന ഗോറി നന്ദി കെട്ടാങ്ങി നരക അഗ്നിയിൽ നിന്നും അഗ്നിയിൽ നിന്നും നേടാൻ മന്നവ തിരു പൊൻകുരുതി ചിന്തി നിന്നല്ലോ. മന്നവ തിരു പൊൻകുരുതി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പൊ ഈ സങ്കീർത്തനത്തിലെല്ലാം പ്രധാനമായി കാണുന്ന വിഷയം നസറേയനാകുന്ന യേശുക്രിസ്തുവാണ്. ആ 22-ാം സങ്കീർത്തനം മുഴുവൻ ഇവിടുത്തെ കഷ്ടാനുഭവങ്ങള് ഓർപ്പിക്കുന്ന തിരുവെടുത്തല്ലയോ. ആട്ടെ, ഞാൻ തെളിവിനിപ്പോ 2 കാര്യം തന്നേ ഉള്ളത്. മുഴുവൻ തെളിവാ. എന്താ പറയുക, ഈ പൊട്ടക്കണാപ്പൻ എല്ലാം പറയുന്നത് വായിക്കരുത്, കുത്തിക്കെട്ടിയതാര, കീറുകളയാൻ താല്പര്യമുണ്ട്. നമുക്ക് അവരെ ഒന്നും ദോഷമൊന്നും വരാതിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ആ കർത്താവ് അങ്ങനല്ലേ പറഞ്ഞ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കണമെന്ന് യേശുവും പ്രാർത്ഥിച്ചു. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃക കർത്താവാ. ദൈവമേ, ഇവന്മാർക്കെല്ലാം തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാൻ കുബുദ്ധിയെല്ലാം അങ്ങ് മാറ്റിയേച്ച് നല്ല ബുദ്ധി ഉണ്ടാകണേന്ന് ദൈവത്തോട് അപേക്ഷിക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയമാണ്. അപ്പൊ ഈ സങ്കീർത്തനത്തിനകത്തെല്ലാം സങ്കീർത്തനം ഉടനീളം പഠിച്ച് പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവാണ്. അതാ നിലയിൽ പിന്നൊരു കാര്യമുണ്ട്, ആ നിലയിൽ പഠിപ്പിക്കാനും അറിയാൻ മേലാത്തവര് പറയാതിരിക്കുന്നതാ നല്ലത് അല്ലേ. പണ്ട് ഭർത്താവ് മരിച്ചപ്പം പാസ്റ്റർ അവിടെ ഇല്ല, പാസ്റ്റർ എവിടെയോ പോയിരിക്കുക, ആള് വിട്ടു പെട്ടെന്ന് വരാം. ഇന്നത്തെ കാലം എന്നാ അല്ല, ഓടിക്കതച്ചു വന്ന് നല്ല മനുഷ്യനാ, ഓടി വന്നു. ഭാര്യയും പിള്ളേരും എല്ലാം കരഞ്ഞിരിക്കുക, കുടുംബക്കാരെല്ലാം പെടുമരണമാണ്, യൗവനക്കാരൻ. ഉദ്ദേശിച്ച് ഓടി വന്ന് വെളിവില്ല. പുള്ളി വന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ തങ്കമ്മേ കരയാതെ. തുറന്നൊരു സങ്കീർത്തനം, കിട്ടിയ സങ്കീർത്തനം വായിച്ചത് 109. അവന്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവന്റെ മക്കൾ തേണ്ടി നടക്കട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ചൂടാറിയില്ല, എന്നാലും അയാൾ വായിക്കുക അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏറ്റോളാൻ. 109 സങ്കീർത്തനമാണ്. അപ്പം സങ്കീർത്തനം തെറ്റാണെന്നല്ല, ആ സങ്കീർത്തനമല്ല ആ സന്ദർഭത്തിൽ അവിടെ വായിക്കേണ്ടത്. അപ്പോൾ സങ്കീർത്തനം സന്ദർഭോചിതമായിട്ട് വായിച്ച് ധ്യാനിച്ചാൽ വളരെ അനുഗ്രഹമാണ്. ഒരു തെളിവൂടെ തരാം. ഈ നമുക്കറിയാം, യൂദ മരിച്ചു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എങ്ങനെയാ മരിച്ചത്?
ഇസ്കറിയോത്ത യൂദ തൂങ്ങിച്ചാകാനായിട്ട് കുരുക്കുമൊക്കെ ഇട്ട്, പക്ഷെ ആ നല്ല വീഴ്ചയൊന്നും അല്ലായിരുന്നു. കുടലല്ല, എല്ലാം തുറിച്ചു പോയെന്ന. അപ്പൊ ഇവന് കർത്താവിന് ഒറ്റിക്കൊടുത്ത് ഗുണം വന്നില്ല. കാശ് കിട്ടി, അതും ഗുണമായി. കയറും പൊട്ടി, കാശും പോയി, കുടലും പോയി, എന്ത് പരുവക്കേടായി പോയി. അവന് നാശപുത്രന്. അപ്പൊ യവന് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അരിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടേച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് ഇവിടെ കാത്തിരിക്കണം. ഞാൻ പോവുക, എല്ലാം ക്രമീകരിച്ചു, പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയക്കും, ശക്തി ലഭിച്ചേച്ച് നിങ്ങൾ പോയിക്കോണം. ഇതെല്ലാം പറഞ്ഞ് യേശു പോയി. അപ്പൊ ഈ അപ്പോസ്തലന്മാർ ഒന്നിച്ചു കൂടിയപ്പം ഇവര് പറഞ്ഞു, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച 12 പേരെ തെരഞ്ഞെടുത്തത്. 12 എണ്ണം. ആ 12-ൽ ഒരുത്തൻ പോയി, അവന്റെ കുടലുമെല്ലാം തുറിച്ചു പോയി. നമ്മളിപ്പോ 11 പേര് ഉള്ളൊരു കോറം തകയാനും നമുക്ക് ഒരാളെയും കൂടെ തെരഞ്ഞെടുക്കണം. അപ്പൊ അപ്പോസ്തലന്മാരും കൂടപ്പെട്ടവരെല്ലാം കൂടെ ഇരിക്കുക. എത്ര പേരുണ്ടായിരുന്നെന്ന് ആ 12 മുതലൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 12 മുതലല്ലേ, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചു. 120 പേരാ. 120 പേര് കൂടുന്ന ഒരു സംഘം പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായ യൂദ ഈ 12 എണ്ണത്തിൽ ഒന്നായിരുന്നു ഇവനെ. പിന്നെ അനീതിയുടെ ഇടയ്ക്ക് കയറി പറയാ, അനീതിയായിട്ടൊന്നും നമ്മുടെ കയ്യിൽ കാണരുത്, വീട്ടിലും കാണരുത്, ജീവിതത്തിലും കാണരുത്. കൈ നല്ല വെടിപ്പായിരിക്കും. മറ്റൊരാളെ ചതിച്ച് വഞ്ചിച്ച് അവനെ കുതികാല് വെച്ച് ഒന്നും കയ്യിൽ കാണരുത്. എന്റെയും നിങ്ങളുടെയും കൈ. നാട്ടിലൊക്കെ ചേട്ടനെ അനിയൊക്കെ ചതിച്ചും വഞ്ചിച്ചും വസ്തു കൈക്കലാക്കുന്ന ഒത്തിരി വിദ്വാൻമാരെ എനിക്കും അറിയാം. അപ്പനോടും അമ്മയോടും ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാട്ടി അതുങ്ങളും അങ്ങ് ഓർക്കും. ഈയിടെയായിട്ട് ജോയിക്കുട്ടിക്ക് ഭയങ്കര സ്നേഹമാ. അവനെ സ്നേഹിച്ച് വന്നതല്ല, അവളാന്നെ കൂടെ ജ്യൂസും കൊടുത്തു, നട്ട്സും ഒക്കെ കൊണ്ട്. ഈ നട്ട്സ് കൊടുത്തതും ജ്യൂസ് കൊടുത്തത് ഇവരോട് താല്പര്യം ഉണ്ടായിട്ടല്ല. ആ ചെന്ന സമയത്ത് ഇതെങ്ങനെയും അടിച്ചു മാറ്റി. നിങ്ങളും മിണ്ടുകാലെന്ന് എനിക്കറിയാം, എനിക്ക് പലരെയും അറിയാം, പല കേസുകളും വന്നിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അതുകൊണ്ടങ്ങ് പറഞ്ഞല്ലോ. ദൈവത്തിന് മഹത്വം. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. അത് ചേട്ടനാന്നേലും അനിയനാന്നേലും പെങ്ങൾക്കാന്നേലും ആങ്ങളയ്ക്കാന്നേലും ഒക്കെ കൊടുക്കാനുള്ളത് കൊടുക്കണം. ചതിച്ചും വഞ്ചിച്ചും അപ്പനെയും അമ്മയും കളിപ്പിച്ചും സഹോദരങ്ങൾ അറിയാതെ ആധാരം ഉണ്ടാക്കി. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പെന്തിക്കോസിലും ഉണ്ട്. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. സ്വന്തം പെങ്ങളെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടേച്ച് പെങ്ങളുടെ പേരിലുള്ള റബ്ബർ തോട്ടം എഴുതിയെടുത്ത് വിദ്വാൻമാര് എനിക്കറിയാം. എല്ലാരും പെന്തിക്കോസുമാണ്. ഇവിടെ ഞാൻ പോയ പെങ്ങളെ കണ്ടു. നിങ്ങളും ചേട്ടാനിയന്മാർ ഒത്തിരി ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ചെന്ന് അവിടുത്തെ ചുമതലക്കാരനോട് പറഞ്ഞപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ആരാ പുള്ളി? ഇങ്ങനെയൊക്കെ സാഹചര്യം ഉള്ള വീട്ടിലെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞ എല്ലാവരുടെ കൂടി ചെയ്ത് ഒപ്പിച്ചതാ. അതിൽ ഒരാങ്ങള
നല്ല മനുഷ്യനാ. അദ്ദേഹം വല്ലപ്പോഴും ചെന്ന് കാണും. അദ്ദേഹത്തിന് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് എന്തെങ്കിലും ഹെൽപ്പും ചെയ്യും. ഭയങ്കര സൂത്രക്കാരുണ്ട്. പക്ഷെ ഇതൊന്നും ഗുണമാകുകയല്ല. അനീതി കൊണ്ട് എന്ത് നേടിയാലും അത് ശുഭമാകുകയല്ല. ഈ നാട്ടിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ആൾക്കാരെ കളിപ്പിച്ച് വെച്ച് മുങ്ങുന്ന വിദ്വാൻമാര് പണ്ടുണ്ട്. ഇപ്പം മുങ്ങിയാൽ ലോകത്തിൽ എവിടെ ചെന്നാലും പിടി വീഴും. സാഹചര്യം അങ്ങനായി. ഇവിടെയുള്ള മനുഷ്യരെ കളിപ്പിച്ച് വെച്ച് മുങ്ങിയ പല വിദ്വാൻമാരെ അറിയാം. പിന്നീടൊക്കെ ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. നിങ്ങൾക്കെല്ലാം ഒരു ഈ പരമാർത്ഥം ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേര് തമ്മിൽ ബിസിനസ് നടത്തുക. ഒരുത്തനെ ചതിച്ചേച്ച് ഒരുത്തൻ മുങ്ങും. ചെക്ക് എഴുതി കൊടുത്തേച്ച് അവൻ മുങ്ങി, മറ്റവനെ ജയിലിലും. ഇല്ലേ? നിങ്ങൾക്കും പല കേസ് അറിയരുതോ? നിങ്ങളിങ്ങനെ പമ്മിയിരിക്കുന്നത്. എന്റെ ഭാഷ ഞങ്ങൾക്കും ഒത്തിരി കൂടുതൽ കാശുണ്ടാക്കാൻ പോകുന്നതാ. ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വേദപുസ്തകത്തിലെ അല്ല, ഒരു നാടൻ പഴഞ്ചൊല്ല്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നതെന്ന് അറിയത്തില്ല. കൂഞ്ഞറിഞ്ഞേ വരാവുള്ളൂ. അല്ല, പഴഞ്ചൊല്ല് വിട്ടേക്കാം. കർത്താവും പൗലോസും ഒക്കെ പഠിപ്പിച്ച ഉപദേശമില്ലേ ഉള്ളത് കൊണ്ട്. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകത്തുമില്ല. അടുത്തത് നിങ്ങൾ പറയണം. ഇത്ര ഞാൻ പറഞ്ഞില്ല, ഇനി നിങ്ങൾ പറ. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഞാനൊന്നും. പിന്നെ പറഞ്ഞോ? അല്ലെ മതിയോ? വാക്യം പറഞ്ഞല്ലാരും നല്ല കാര്യം. സ്തോത്രം. ആരെയും ചതിക്കരുത്. കൈ മലർത്തുമ്പം ഇതിനകത്ത് അകൃത്യം ഒന്നും കാണരുത്. കൈ ഓർത്തി ഇങ്ങനെ ടാറ്റ അടിക്കുമ്പോ ഇതിനകത്ത് ഒന്നും കാണരുത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. വ്യാജത്തിന് മനസ്സും വയ്ക്കരുത്. താഴോട്ട് പഠിച്ചു വരുമ്പോ ഒരു വാക്യമുണ്ട്, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ട്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇവൻ അനീതിയുടെ കൂലി കൊതിച്ചു. വായിര്. നില ഒതകിയില്ല, കാശൊതകിയില്ല, കുടല് ശരിയായില്ല, കയറ് പൊട്ടി, എന്തെല്ലാം ഗ്രഹപ്പെടാ. അടുത്തത് എല്ലാവരും അറിഞ്ഞത് ആകെ കൊണ്ട് അടുത്തത് അവിടെ പറഞ്ഞു. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം. അടുത്തത് അവന്റെ അധ്യക്ഷ സ്ഥാനം. ആകയാൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ള അതിന്റെ അർത്ഥം. യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്ത് ഒരാളെ തെരഞ്ഞെടുക്കണം. അപ്പൊ ഈ 120 പേര് കൂടുന്ന സംഘമാണ്. അപ്പൊ അവർ ചോദിച്ചു, അങ്ങനെ നമുക്ക് വ്യവസ്ഥയുണ്ടോ? അപ്പോൾ അതിന്റെ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമായി വാക്യം എടുത്തത് സങ്കീർത്തനത്തിൽ നിന്ന്. വേറെങ്ങും അതിന് വാക്യമില്ല. ഒരാളെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ അടിസ്ഥാന വാക്യം കിടക്കുന്നത് സങ്കീർത്തനത്തില്ല. അതാ ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിന് പ്രാധാന്യം ഉണ്ടെന്ന്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞു വന്നത്. 150 സങ്കീർത്തനം. അതില് നമ്മള് ഇന്ന് രാത്രിയിലെ കുറുവാക്യമായിട്ട് എടുത്തത് 90-ാം സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം 150-ൽ കൂടുതൽ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദ. വേദപഠിതാക്കൾ പറയുന്നത് 150 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 100 സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. ചില സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ പേരില്ല.
പക്ഷെ അത് ആരെഴുതിയതാ? ദാവീദാ എഴുതിയത്. ഇപ്പം വായിച്ച 109 ഹെഡിങ് ഒന്ന് വായിച്ചേ. അത് ദാവീദ് എഴുതിയ സങ്കീർത്തനം. തെളിഞ്ഞു നോക്കിക്കേ, ആരുമില്ല. പക്ഷെ ആ സങ്കീർത്തനം ദാവീദ് എഴുതിയതാ. അതിന് തെളിവ് ആദിമസഭയ്ക്ക് പീഡ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തനെ സൗഖ്യമാക്കി യേശു. അതിന് മുഖാന്തരം യോഹന്നാനും പത്രോസുമാ. ഇവരെ രണ്ടുപേരെയും പിടിച്ച് ശാസിച്ച് ഈ നാമത്തിൽ മിണ്ടരുത്, നാമം ഉച്ചരിക്കരുത്, ഏത് ശക്തി ഏത് നാമം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇവരെ പീഡിപ്പിച്ചപ്പോൾ ഇവര് കടന്നു വന്ന് ആദിമസഭയോട് ഈ വസ്തുത അറിയിച്ചു, ഇങ്ങനെ പ്രശ്നമാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിര്. അടുത്തത്, ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രം അവയിലുള്ള സകലത് ഉണ്ടാക്കിയ നാഥനെ. അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ. അപ്പോ 2-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതാണെന്ന് ഈ വാക്യത്തെ തെളിയുക. പക്ഷെ സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ ഇല്ല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഹെഡിങ് ഇല്ലാത്ത, പേര് പറയാത്ത പല സങ്കീർത്തനവും ദാവീദ് എഴുതിയതാണ്. പേര് പറഞ്ഞതുണ്ട്, പറയാത്തതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ 150 സങ്കീർത്തനത്തിൽ 100 സങ്കീർത്തനവും ദാവീദിനാൽ എഴുതപ്പെട്ടതാണ്. സ്തോത്രം. ഞാൻ ഇന്നലെ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, വേദപുസ്തകത്തിൽ വേറൊരു വിശേഷത, അതൊരു വലിയ വിശേഷതയാ. അപ്പനും മോനും കൂടെ എഴുതിയ പുസ്തകം ഇതിനകത്തുണ്ട്. ആരാ? ദാവീദും ശലോമോൻ. വലിയ ഭാഗ്യമല്ലേ? അപ്പൻ 100 സങ്കീർത്തനം എഴുതി, മകനും അത്ര പുറകോട്ടൊന്നും. അപ്പൻ 100 സങ്കീർത്തനം, ചെറിയ കാര്യമാണ്. അപ്പൻ സങ്കീർത്തനം എഴുതിയോ, മകൻ എന്നാ എഴുതി? സദൃശവാക്യം എത്ര എഴുതി? 3000. നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഗീതങ്ങളും ഒത്തിരി ഉണ്ട്. നമുക്ക് ആകെ കൂടെ കിട്ടിയ ഗീതം ഉത്തമ ഗീതമാണ്. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അപ്പനും മോനെ മോൻ പരുവക്കേടായി, അത് പോട്ടെ. മിക്കടുത്തും പിള്ളേര് മിണ്ടുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും പിള്ളേര് മിണ്ടുന്നില്ലല്ലോ. ആരും തന്നെ. അപ്പന്മാരൊക്കെ നല്ല ദർശനത്തോടെ കർത്താവിനെ ശുശ്രൂഷിച്ച് ആരാധിക്കുന്ന എല്ലാരും മോശമാന്നല്ല, ചിലരുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നു. എന്നാൽ കണ്ടതില് ഒരു 80% ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പൊ ഇവിടെ അപ്പനും മകനും കൂടെ എഴുതിയ പുസ്തകം വേദപുസ്തകത്തിൽ, അത് വലിയ ഭാഗ്യമാണ്. ആട്ടെ, നമുക്ക് മടക്കി വരാം. ദാവീദാണ് കൂടുതൽ സങ്കീർത്തനം എഴുതിയത്. പിന്നീട് ശലോമോൻ എഴുതിയ സങ്കീർത്തനവും ഉണ്ട്. ശലോമോന്റെ സങ്കീർത്തനവും ഉണ്ട് ഇതിനകത്ത്. ആസാഫ് എഴുതിയ സങ്കീർത്തനം, കോരകപുത്രന്മാരുടെ സങ്കീർത്തനം, യദൂഥൂൻ എഴുതിയത്. അതുപോലെ തന്നെ ഈ യസ്രാ ശാസ്ത്രി എഴുതിയതെന്ന് അവകാശപ്പെടുന്ന 1-ാം സങ്കീർത്തനം 119. ഇങ്ങനൊക്കെ ധാരാളം സങ്കീർത്തനങ്ങള് ഇതിനകത്തുണ്ട്. വളരെ അനുഗ്രഹം. മാത്രമല്ല ഈ സങ്കീർത്തനം 90, വേദപഠിതാക്കൾ പറയുന്നത് 90-ാം സങ്കീർത്തനം ദാവീദ് മോശെ എഴുതിയതും 91 യോശുവ എഴുതിയെന്നാ പറയുന്നത്. 90 മോശെ എഴുതി, 91 യോശുവ എഴുതിയെന്നാ പറയുന്നത്. കാരണം മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചയാളാ യോശുവ. യോശുവ ഇത് എഴുതിയെന്ന് പറയാന് പല തെളിവിൽ ഒരു തെളിവ് 91 എഴുതിയിട്ടുണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല,
അപ്പോൾ ബാധകളൊക്കെ പലതും വന്ന് ഇസ്രയേലിനെ ഏശാത്തതും അത് വിടുതൽ പ്രാപിച്ചതൊക്കെ യോശുവ നന്നായിട്ട് കണ്ട ആളാ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അതുപോലെ എല്ലാം കണക്കിലെടുത്തായിരുന്നു ഒരു ബാധയും നിനക്ക്. ദൈവത്തിന് മഹത്വം. ആട്ടെ, 90-ാം സങ്കീർത്തനം മോശെ എഴുതിയ സങ്കീർത്തനം, മോശയുടെ പ്രാർത്ഥന, അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. മോശയുടെ ഒരു പ്രാർത്ഥനയാ 90-ാം സങ്കീർത്തനം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നമ്മൾ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോ പശ്ചാത്തല ഭാഗമൊക്കെ വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. അഹരോൻ മരിച്ചു. ഹോർ പർവ്വതത്തിൽ വീണ് അഹരോൻ മരിച്ചു. അഹരോന്റെ മരണത്തിന് മുമ്പേ ദൈവം മോശയോട് പറഞ്ഞു, അഹരോനെയും മോനെയും കൂടെ കൂട്ടിക്കൊണ്ട് പർവ്വതത്തിലോട്ട് കയറാൻ പറഞ്ഞു. മോശെ അഹരോനെയും തന്റെ മകൻ എലയാസനെയും കൂട്ടിക്കൊണ്ട് മേളിൽ ചെന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് വസ്ത്രമൊക്കെ ഊരി എലയാസനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ മരിക്കുക. അപ്പൊ ഇസ്രയേലിലെ ആദ്യത്തെ മഹാപുരോഹിതനാ അഹരോൻ. ആ പ്രഥമ മഹാപുരോഹിതൻ മരിച്ചപ്പോൾ ഇസ്രയേൽ ജനതകൾക്ക് വലിയ ദുഃഖമായി. ആ ദുഃഖം ഏറെ ദിവസം നിന്നു. നീണ്ടു നിന്ന ആ ദുഃഖത്തിന് ശമനം വരാനും ദുഃഖിതരായി ഇവരെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുവാൻ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ പ്രാർത്ഥിച്ച വിലപ്പെട്ട പ്രാർത്ഥനയാ 90-ാം സങ്കീർത്തനം. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടൊന്ന് വായിച്ചേ. ദൈവപുരുഷനായ മോശയുടെ, ആ പദം നിങ്ങൾ കണ്ടോ? ദൈവപുരുഷൻ. ദൈവപുരുഷൻ. നിങ്ങള് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഈ മോശയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നത് ദൈവപുരുഷൻ എന്നൊന്നുമല്ല. ചെറുപ്പത്തില് ദൈവപുരുഷൻ, ഈ ദൈവപുരുഷൻ എന്ന ഒക്കെ പേര് കിട്ടണമെങ്കിൽ അതിന് ഒത്തിരി വില കൊടുക്കണം. ഒറ്റ രാത്രി കൊണ്ടൊന്നും കിട്ടുന്ന പേരല്ല. ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്റർ ആകാം, ഇച്ചിരി ചുറ്റുപാടും കാശും കേന്ദ്രത്തിലൊക്കെ പിടിയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഓർഡിനേഷനും കിട്ടും. വിമാനത്തിൽ വെച്ച് ഓർഡിനേഷൻ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടെ കിട്ടും. ചുറ്റുപാടും കാശും സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ നോട്ടീസിലൊക്കെ പേര് വരും. ഡോക്ടർ, റവറൻ, പാസ്റ്റർ, ഇന്നയാൾ. അങ്ങനെ ഇപ്പം ചിലര് വെക്കുന്നത്. ദൈവദാസൻ എന്നൊക്കെ വെക്കുന്നത് ചിലർക്ക് കുറച്ചിലാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ മേല. ഡോക്ടർ, റവറൻ, ഈ വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുക. എന്ത് വേണം വിശേഷതകളാ. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും ഒരു കാര്യം പറയാം, ദൈവദാസൻ അതൊരു പ്രത്യേക പദവിയാണ്. ദൈവദാസി, അതിലും വലിയ പദവി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതിലൊക്കെ വലുതുണ്ടെന്നുള്ള രീതിയിലാ ചിലരുടെ നോട്ടവും ഇരിപ്പും. ദൈവദാസൻ. ഇവിടെ ദൈവപുരുഷൻ. അപ്പൊ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞത് ദൈവപുരുഷൻ എന്നൊന്നും അല്ല. ചെറുപ്പത്തിൽ എങ്ങനെ ഈ മോശയെ അറിഞ്ഞിരുന്നത്? ഉറക്കെ പറ. ഞാൻ അവിടെ വന്ന് വാക്യം വായിച്ചു തന്ന ആളാണ്? അല്ല, അന്നില്ല. ഇതുപോലൊരു സഹോദരി അവിടെയും വായിച്ചു. അപ്പോൾ മോശയെ ചെറുപ്പത്തിൽ അറിഞ്ഞിരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ. 25-ാം വാക്യം വായിച്ചേ. ആ എബ്രായ ലേഖനം 11:25. പുറപ്പാടിലൊന്നും തപ്പിയാ കാണുകയല്ല. മതി. ഫറവോന്റെ പുത്രിയുടെ മകൻ. കണ്ടോ? അപ്പൊ ചെറുപ്പത്തിൽ മോശയെ എല്ലാവരും അറിഞ്ഞിരുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നാ. ഈ ഫറവോന്റെ പുത്രിയുടെ മകൻ എങ്ങനെയാ ദൈവപുരുഷനായത്? ആ പദവി ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, സ്വാധീനം കൊണ്ട് ലഭിക്കുന്നതല്ല. അതിനു മുമ്പിൽ ഒത്തിരി ബന്ധപ്പാടുണ്ട്.
ഇപ്പൊ നമ്മൾ ഈ എന്തിനാ ദൂരോട്ട് പോകണ്ട വേറൊരു വശം, ഇപ്പോൾ ഈ കുവൈറ്റില് താമസിക്കുന്ന പ്രിയപ്പെട്ടൊരു പലരുണ്ട്. അവരിപ്പം വലിയ വിലയുള്ള വണ്ടി, വലിയ ഫ്ലാറ്റ്, നല്ല ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്നു. അപ്പൊ ചിലരോട് നമ്മൾ ചോദിക്കും എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്, അവര് പറയും 35-40 കൊല്ലമായി. ആ 40 കൊല്ലം മുമ്പ് ഈ വണ്ടിയും ഫ്ലാറ്റും ഉണ്ടായിരുന്നു? ഇല്ല. എന്ത് കഷ്ടപ്പെട്ട ഇല്ലേ? അവരോട് ചോദിച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചറിയുന്ന നല്ലതാ. ചെല്ല് ധരിച്ചേക്കുന്ന നമ്മളെ പ്ലെയിനെ കൊണ്ടുവന്ന് അവരെ അറബിയുടെ വീട്ടിലോട്ട് പാലസിലോട്ട് ഇട്ടേക്കുകയായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഈ വണ്ടിയിൽ ഇങ്ങോട്ട് ഇറങ്ങി പാലസിനകത്ത് കൊണ്ട് എന്തിനാ ദൂരോട്ട് പോകുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു വന്നപ്പോ എങ്ങനെ, ഇപ്പൊ എങ്ങനെ, എന്ത് കഷ്ടം. ഇപ്പൊ കാണുന്നവർക്ക് വീട്, ചുറ്റുപാട്, അല്ലെങ്കിൽ സാലറി, ചുറ്റുപാടൊക്കെ നല്ല ഇതാ. പക്ഷെ അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടവരാ. അതെല്ലാ മേഖലയിലും അങ്ങനെ, എല്ലാ മേഖലയിലും കഷ്ടപ്പെടാനൊന്നും ഒക്കത്തില്ല, ബന്ധപ്പെടാതെ ഒക്കത്തില്ല. അല്ല, ആത്മീക ലോകത്തും അതൊക്കെ തന്നെ. വളരെ കഷ്ടപ്പെടണം, വളരെ ബന്ധപ്പെടണം. ഉപദേശത്തിലും വചനത്തിലും ഒക്കെ നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ളവര് ഇരട്ടി മാനത്തിന് യോഗ്യരാക്കണമെന്നുമുണ്ട്. ഇപ്പം 2 വാക്യം പറയണമെങ്കിൽ അത് പഠിക്കണ്ടേ? അതിലൊക്കെ ഉപരി ദൈവത്തിന്റെ കൃപ വേണ്ടേ? അറിയാനും പറഞ്ഞിരുന്ന ഇത് പറയാനൊക്കുന്നില്ലെങ്കിലോ? എന്നോട് ചെല്ലി ചോദിക്കും ഈ പാട്ടെല്ലാം കൂടെ എങ്ങനെയാ പഠിച്ചത്? ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട. അല്ല, ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോഴേ പാട്ടുമായിട്ട് ഇറങ്ങി വരുമായിരുന്നു. എന്നോടിരിക്കാൻ ഒരാൾ ചോദിച്ചു, അച്ഛൻ എത്ര പാട്ടറിയാൻ? കുറച്ച് പാട്ടറിയും. എന്നാൽ ഞാന് ദൈവകൃപയെ ശരണപ്പെട്ട് പറഞ്ഞ് ഞാൻ കുറച്ച് പാട്ടൊക്കെ, എന്നാലും എത്ര അവനങ്ങ് അറിയണം. ഞാൻ പറഞ്ഞൊരു 10,000 പാട്ട് കാണാതെ പാടാം, പിന്നെ നോക്കി ഒരു 10,000-3,500 പാട്ടുകൂടെ പാടാന്ന് പറഞ്ഞു. അഹങ്കരിച്ച് പറഞ്ഞതല്ല കേട്ടോ. അഹങ്കരിച്ച് നാളത്തെ എങ്ങനെയാന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ മഹാകൃപ, സ്തോത്ര. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ ഇതെല്ലാം? അപ്പൊ ഞാൻ പറഞ്ഞിടാ അത് ഇപ്പൊ പഠിച്ചതല്ല. എന്റെ ഒരു അനുഭവം ഈ ആത്മീക ജീവിതത്തിൽ വന്നപ്പം പാട്ടിനോട് ഇഷ്ടമാ. പാടാൻ തൂണും സ്വരവും ഒന്നും ഇല്ലെങ്കിലും പാട്ട് ഇഷ്ടമാ. അപ്പൊ ആരെങ്കിലും നന്നായിട്ട് പാടുന്നവര് ഒരു പാട്ട് പാടിയാൽ അറിയാൻ മേലാണെങ്കിൽ ആ യോഗം കഴിയുമ്പോ ഞാൻ അവരുടെ അടുക്ക ചെന്നേച്ച് പറയാതെ എഴുതി തരും, അല്ലെങ്കിൽ പാടിക്കോ, ഞാൻ എഴുതിയെടുത്തോളാം. എഴുതിയെടുക്കും, അല്ലെങ്കിൽ പാഠപുസ്തകത്തിലുണ്ടെങ്കിൽ തപ്പിയെടുക്കും. എന്നിട്ട് എൻ്റെ ഒരു രീതി, ഇപ്പൊ അത് ഒക്കുന്നില്ല, അതിന്റെ പോരായ്മയുണ്ട്, സത്യം പറയണമല്ലോ. വെളുപ്പിനെ എഴുന്നേക്കും. എഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഒരു 6-7 പാട്ട് പാടും എല്ലാ ദിവസവും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഊതിയിരുന്നങ്ങ് പാടിയാ മതി, ഞങ്ങൾക്ക് അതുപോലാന്ന്. അല്ലത് ശരിയാ. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, എഴുന്നേച്ച് കിടന്നേച്ച് വെളുപ്പിനെയോ പാതിരാത്രി എഴുന്നേറ്റ് കുത്തിയിരുന്ന്, അല്ല നിങ്ങൾ എങ്ങനെ വേണേലും ചിന്തിച്ചു. അപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു 5-6 പാട്ട് പാടും. അങ്ങനെ പാടുന്ന കൂട്ടത്തിലെ ഈ പുതുതായിട്ട് കിട്ടുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഒരു 10 ദിവസം അടുപ്പിച്ച് പാടും. നോക്കി വേറെയും പാട്ട് പാടും. പ്രഭാത പാട്ടുണ്ട്, സ്തുതിഗീതമുണ്ട്, സ്തോത്രഗീതമുണ്ട്, അതിനൊക്കെ ഓർഡറുണ്ട്. പാട്ടിന് ഓർഡറുണ്ട് കേട്ടോ. ചുമ്മാ വായി വരുന്ന കയറി നിന്ന് പാടരുത്. ചിലക്ക് ഒരു വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, ബോധമില്ല, ഒന്നുമില്ല, ചുമ്മാ അങ്ങ് നടക്കുക. ഒരു യോഗം ആരംഭിക്കുമ്പോൾ സ്തുതിഗീതം പാടണം. സ്തുതിഗീതം. ഞങ്ങള് കോഴഞ്ചേരിക്ക് അപ്പുറം ഒരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു പാട്ട് പാടാം. ആരുമില്ല പാടാൻ. നമ്മൾ ഈ ഗസ്റ്റായിട്ട് ചെന്നതുകൊണ്ട് എങ്ങനെയാ കയറി പാടുന്നേ? നമ്മൾ പാടിയവരാണ്, അയാൾ ഇവിടെയും വന്ന് മെനക്കേടാണോ എന്ന് ഓർക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങ് മിണ്ടാതിരുന്നു. ആരും പാടാനില്ല. അപ്പം പാസ്റ്റർ പറഞ്ഞു അപ്പൊ ഒരു സഹോദരി അവിടെ ഇരുന്ന് പാടുക. യോഗം തുടങ്ങാൻ പോവുക. ആദ്യത്തെ പാട്ടാ.
ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ, തലയ്ക്കാതെ ഒരു ബോധവും വെളിവുള്ളത്. ഒരു മഹായോഗം തുടങ്ങുമ്പോ ഈ പാട്ടാണോ ഒലിവുമല? അതിന് ഇവർക്ക് തന്നെ അയ്യോ അങ്ങനൊന്നും ഒന്നല്ല. നമ്മളൊരു യോഗം തുടങ്ങുമ്പോൾ സ്തുതിഗീതം പാടണം. അതെന്നാന്ന് ചോദിച്ചാ ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങള്. എത്ര പാട്ടുണ്ട്, നല്ല പാട്ടുകൾ ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ഇതിനൊക്കെ ഇതെല്ലാം തന്നെ ഓർഡർ ഉണ്ട് കേട്ടോ. അതെ, ആ ഭാഗം വിട്ടൊക്കെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പുതിയ പാട്ട് കിട്ടുമ്പം ഒരു 10 ദിവസം ഇത് നോക്കി പാടും. 11ാം ദിവസം മനപ്പാഠമാകും. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ പാടി ആരിലൊരു പാട്ട് പാടിയാ കേൾക്കും. ഇപ്പോഴും ഞാൻ ആരിലും അറിയാത്ത പാട്ട് നല്ല പാട്ടാന്ന് ചെന്ന് എഴുതി എടുക്കുകയോ മേടിക്കുകയോ ഇത് പാടി പഠിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കഷ്ടപ്പെടാതെ ഒക്കുകയല്ല, ബന്ധപ്പെടാതൊക്കത്തില്ല. ചെല്ലു പറയാനുണ്ട്, ദൈവം ഇപ്പൊ എനിക്ക് തന്ന വാക്യമാണ്, ഞാനിതിനെ എതിർക്കുന്നില്ല, അത് ശരിയായിരിക്കും. പക്ഷെ ഇതിനെപ്പറ്റി നേരത്തെ ഒരു അറിവുണ്ടായിരിക്കുമല്ലോ. ചില ആൾക്കാർ പറയും, ഓ ഞങ്ങളുടെ പാസ്റ്റർക്ക് കൃപയൊന്നുമില്ല, അതിനോ എല്ലാം കുറിച്ച് വെച്ചാ പ്രസംഗിക്കുന്നത്. അയാൾക്ക് വിവരമുണ്ട്, നേർക്ക് വിവരമുണ്ട്. ഓർമ്മ അധികമില്ലാത്തവര് കുറിച്ച് വെക്കുന്ന നല്ലതാ. ഒരു ഉപദേശി കുറിച്ച് വെക്കുമ്പോ ഓർത്തോണം പുള്ളി ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളാ, അതുകൊണ്ടാ കുറിച്ച് വെക്കുന്നു. ചുമ്മാ ദൈവം തരുമെന്നും പറഞ്ഞു കയറി എന്ന് വെച്ചാൽ അള്ളും പൊട്ടും എല്ലാം പറഞ്ഞ് ചാണ്ട് വരുന്ന പിടിച്ചോ എന്ന് പറഞ്ഞ ചില മിടുക്കന്മാരെ കണ്ടില്ലേ, എനിക്കൊന്നും പറ്റുന്നില്ല സാന്നിധ്യം കൊണ്ട്. അയ്യോ, മനുഷ്യനെ വിഡ്ഢിയാക്കുക. നിങ്ങൾ കണ്ടില്ലേ, പ്രൈസ് മനുഷ്യനെ വിഡ്ഢിയാക്കുകയല്ലേ. ഇടം വിളിച്ച് സമയം കൊടുത്തത് ദൈവോചനം പറയാനല്ലേ. അതിന് പുള്ളി പറയും, നിങ്ങൾ ഈ തിരക്കും ബദ്ധപ്പാടും ജോലി എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചാ ഈ അല്പസം അന്നേരം ഇത് വചനത്തിൽ നിന്ന് പറഞ്ഞില്ലേ. അപ്പം ഒരു ദൈവദാസൻ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓർത്തോണം പുള്ളി അത് ധ്യാനിച്ച ആളാ, പഠിച്ച ആളാ. അത് നോട്ട് ചെയ്യണം. ഓർമ്മ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് കുറിച്ച് വെക്കുന്ന വളരെ നല്ലതാണ്. അങ്ങനെ വേണം പറയാൻ. ഉടനെ വിശ്വാസി പറയുന്നത് ഞങ്ങളുടെ ഉപദേശി കൃപയില്ല, പുള്ളി എല്ലാം പ്രസംഗ വിഷയം വേണ്ടായോ. സ്തോത്രം. അവിടെ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ഏത് വിഷയത്തിന്റെ പുറപ്പിൽ ഒരു അധ്വാനമുണ്ട്. നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മാന്യ സഹോദരിമാരുണ്ട്, നല്ല പൊസിഷനിൽ വന്ന ഉടനെ അങ്ങനെ ആയിരുന്നു. എന്ത് ബന്ധപ്പെട്ട് എന്തെല്ലാം പോരാട്ടങ്ങൾ, എന്തെല്ലാം ഉപദ്രവങ്ങൾ, എന്തെല്ലാം ഒറ്റപ്പെടലുകൾ, എന്ത് പോരാട്ടങ്ങൾ കൂടിയാണ്. എല്ലാ മേഖലയും അങ്ങനെ, ആത്മീയത്തിലും അതൊക്കെ തന്നെ. അപ്പൊ ഈ ദൈവപുരുഷൻ എന്ന പേര് ഒറ്റ രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ട് സമ്പാദിച്ചതല്ല, അതിനൊത്തിരി വില കൊടുത്തതാ. ദൈവത്തിന് മഹത്വം. മോശയെ പറ്റി നമ്മൾ തിരുവചനം പഠിക്കുമ്പം മോശയെ പറ്റി വേദപുസ്തകത്തിൽ ധ്യാനിച്ച് പഠിക്കുമ്പോൾ അക്കാലത്ത് ജീവിച്ചിരുന്ന സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു മോശെ. മോശയുടെ സൗന്ദര്യത്തെ പറ്റി നിങ്ങൾക്കറിയാം, 3 പദമാ കൊടുത്തേക്കുന്നത്. സുന്ദരൻ, ദിവ്യ സുന്ദരൻ, സൗന്ദര്യമുള്ളവൻ. ഒന്ന് വായിച്ച് 2:2 പുറപ്പാട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23 മുതൽ വായിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 20 വായിച്ചു. സൗന്ദര്യമുള്ളവൻ. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യം വായിച്ചേ, 7-ാം അധ്യായത്തിൽ നിന്ന് 20 മുതലാണോ? ദിവ്യ സുന്ദരൻ. ഇനി എബ്രായ ലേഖനം 11-ന്റെ 23 വായിച്ചേ. ശിശു സുന്ദരൻ. 3 പദമാ കൊടുത്തേക്കുന്നത്. സൗന്ദര്യമുള്ളവൻ, സുന്ദരൻ, ദിവ്യ സുന്ദരൻ. അപ്പൊ ഈ 3 വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ അക്കാലത്ത് മോശയെ പോലെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയില്ല. പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും നമ്മള് ഇത്രയോ ഒക്കെ
ഈ പരുവത്തിൽ വരാൻ എന്ത് കഷ്ടപ്പെട്ട, ഇല്ലേ? എന്ത് കഷ്ടപ്പെട്ട ഈ പരുവത്തിന്. പിന്നെ നഖത്തിൽ അടിക്കുന്നത്, കിറിയെ പുരട്ടുന്നത്, നെറ്റിയെ പുരട്ടുന്നത്, മുഖത്ത് പുരട്ടുന്നത്, പിന്നെ ദേഹത്ത് പുരട്ടുന്നത്, പിന്നെ മുടി തേക്കുന്നത്, എന്തെല്ലാം, അല്ലേ? കുറ്റമല്ല ഈ പറയുന്നത്. എന്നിട്ടും ഒത്തില്ലെന്നും പറഞ്ഞായിരിക്കുന്നു. ഇരിപ്പ് കാണുമ്പോ അറിയാം. ചിലരെന്ത് പൈസ ചെലവാക്കുന്നുണ്ടെന്ന് അറിയുന്നതിന്. അതെ, ഒത്തിരി പൈസ കണ്ടവാനം. യോഗ്യമായിരിക്കണം, വൃത്തിയായിരിക്കണം, പക്ഷെ സ്തോത്രം പോലെ അതിന് പൈസ ചെലവാക്കുന്ന ഇവിടെ ഉണ്ട്, നാട്ടിലുമൊക്കെ ഉണ്ട്. കല്യാണമൊക്കെ പിന്നെ പറയുകയും വേണ്ട. അതിനൊക്കെ ചെലവാക്കാൻ നല്ല മനസ്സ്. ഇത് ഇത്രോ ചെലവാക്കിയിട്ട് ഒക്കുന്നുണ്ടോ? അതുമില്ല. നമുക്ക് ആ ഭാഗം അധികം എടുക്കണ്ട, ഇപ്പൊ തന്നെ അലോഗ്യമാകും. ദൈവത്തിന് മഹത്വം. വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്ന ഇത് പുഴു പോലെ ദൈവം ക്ഷയിപ്പിക്കും. പ്രിയരെ, വൃത്തി ഉണ്ടായിരിക്കണം, ശുചിത്വം ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത വേച്ചുകെട്ട് ഒന്നും ഇതിൽ വെക്കരുത്. സ്തോത്രം. സഭാപ്രസംഗയിൽ അങ്ങനല്ലേ വായിക്കുന്ന, തുള്ളൻ എഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാലൊക്കെ വരുന്ന ഒരു ദിവസം ഉണ്ട്. കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായിട്ടൊക്കെ തോന്നും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, ബദാമൃഷം പൂക്കും. അങ്ങനെയൊക്കെ ആ പുസ്തകത്തിൽ വാക്യം. ഇപ്പൊ പൂത്തതേതാ പൂക്കാത്തതേതാന്നൊന്നും അറിയത്തില്ല. എല്ലാവരും പരുവക്കേടായിട്ടിരിക്കുക. ദൈവത്തിന് മകത്ത് ആ ഭാഗം വിട്ടേക്കാൻ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. എന്തായാലും കൊള്ളാം, ഈ സൗന്ദര്യം ക്ഷയിച്ചു പോകുന്നതാ. ഇതിലധികം രസിക്കുകയും പ്രശംസിക്കുകയോ ഒന്നും ചെയ്യരുത്. അബ്ശാലോമിനെ പറ്റി വായിക്കുന്നത് അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലായിരുന്നെന്നാ. ഒടുവിൽ എന്തോ സംഭവിച്ചു? നിങ്ങളുടെ വാക്യം വായിച്ച അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലായിരുന്നെന്നാ. 14:25 ശമൂവേലിന്റെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 25 താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടത്ത് വശത്ത് താഴെ ആ പഴയ ബൈബിളില് എവിടെ അങ്ങനെ എന്നാ എല്ലാ ഇസ്രയേലിലും അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ല എന്ന് പറഞ്ഞാൽ നഖം മുതൽ മുടിയുടെ അറ്റം വരെ. നമുക്കാന്ന് 2 കാലിലും കുഴിനഖവാ, ഇല്ലേ? അതുകൊണ്ട് എല്ലാരും സോക്സും, ഞാനും സോക്സ് ഇടുന്നതിന്റെ ഒരു കാര്യം അതാ. അല്ല, എന്റെ കാര്യവും പറയണ്ടായോ? 2 കാലിലും സ്തോത്രം. അന്തരീക്ഷമൊക്കെ മാറുമ്പോ കയ്യും കാലിലും ഒക്കെ ഇത് പൊരി, അതിനെ ക്രീമ്, ഇല്ലേ? ഒന്നും അറിയാമേ. തൂപ്പാട് വന്നേച്ചാ വന്നിരിക്കുന്നേ. എന്നിട്ട് ഇപ്പം ഒന്നും അറിയാൻ മേല പൊട്ടം കളിക്കുക. ഒരാളോട് ഞാൻ ചോദിച്ചു, കയ്യിൽ കുഴിനകം, ഞാൻ ചോദിച്ചു 20 വിരലേലും കുഴിനകമാണോ? 20 വിരലേലും. സാധാരണ കുഴിനകമൊക്കെ ഈ തളവിരലല്ല, എന്നാൽ വേറെ വല്ല ചിലക്ക് 20 വിരലേലും. അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനുമില്ല. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ലാത്തവൻ. എന്തോ സൗന്ദര്യമാണ്, യാതൊരു അപാകതയില്ല. പിന്നെ തലമുടി ഒത്തിരി ഉണ്ട്, ആണ്ടുതോറും കത്തിരിപ്പിച്ച് കളയും. അടുത്തത് അപ്പൊ ശ്രദ്ധിച്ചേ, അതുപോലെ സൗന്ദര്യമുള്ളയാളാ. തലമുടിയോടും പുള്ളിക്ക് വലിയ തൃപ്തിയായിരുന്നു. തലമുടി ആണ്ടുതോറും കത്തിരിപ്പിക്കുക, അത് വലിയ ആഘോഷം. ഒടുവിൽ സംഭവിച്ചു തന്നെതാ, കൂടുതൽ സ്നേഹിച്ച് കത്തിരിപ്പിച്ച് തൂക്കി വിറ്റ അതിലാ ഒടുവിൽ കൊണ്ട്. ഇതിനകത്തൊരു ആത്മീയ പാഠം, നമുക്ക് വേണ്ടി രക്തം ചിന്തി വീണ്ടെടുത്ത കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനേലും
പ്രാധാന്യം കൊടുത്താൽ അതിലായിരിക്കും കൊണ്ട് കുരുക്കുന്നത്. അത് ഭാര്യയാന്നേലും മക്കളാന്നേലും ഭർത്താവാന്നേലും പിള്ളേരാന്നേലും മാതാപിതാക്കളാന്നേലും എന്താന്നേലും കർത്താവിനേക്കാൾ ഉപരി എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കുരുക്കും. കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും എല്ലാം അങ്ങ് ഒഴിവാക്കി വെച്ച് എല്ലാരും അല്ല, പിള്ളേര് ഇതെന്നാ യോഗത്തിന് പിള്ളേർക്ക് എക്സാം എന്നാ പിള്ളേർക്ക് പിള്ളേര് അങ്ങനെ പറഞ്ഞു പോയി. അവസാനം പിള്ളേര് പഠിച്ചു വേറെ രാജ്യങ്ങളിലൊക്കെ പോയി. രണ്ടും കൂടെ നാട്ടിൽ വന്ന് ഗതിയും ഗത്യന്തരവും ഇല്ലാതെ അനാഥാലയത്തിലാ. ഞാൻ കണ്ടേച്ചാ പറഞ്ഞത്. ഞാൻ കണ്ടു. ഞാൻ ഒരാളോട് ചോദിച്ചു, എത്ര നാളായി? 3 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടെന്ന്. പിള്ളേരെന്ത് എന്നെ ഒരു ദീർഘശ്വാസം പോലെ അത് കണ്ടു. ഒരു വലിക്കുന്നതായിട്ട് വലിവിന്റെ അസുഖമൊന്നുമില്ലല്ലോ. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതിന്റെ സാരം പിള്ളേർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യരുതെന്നല്ല, പിള്ളേരെ സ്നേഹിക്കരുതെന്നല്ല. അവർക്ക് ഭക്ഷണം പാർപ്പിടം വേണ്ടതെല്ലാം കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാ. പക്ഷേ നീ ആത്മീയ കൂട്ടായ്മയും ആരാധനയും പ്രാർത്ഥനയും ഇതെല്ലാം വിട്ടേച്ചേ, ഇത് മുഴുവൻ അലക്ഷ്യമാക്കിയേച്ചേ പിള്ളേരെന്ന് പറഞ്ഞ് മാത്രം തന്നെ പോയാൽ ഒടുവിൽ അത് കെണിയായി തീരും. എന്റെ ഭാര്യ അത് നല്ലതാ. ഭാര്യയോട് കടപ്പാടും വേണമല്ലോ. കർത്താവിനേക്കാൾ ഉപരി പറഞ്ഞ് അവസാനം ഭാര്യയും മക്കളും കൂടെ സ്വന്തം ഭർത്താവിനെ, എല്ലാരും അങ്ങനെ ആണെന്നല്ല, അനാഥാലയത്തിൽ വിടാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞു, ഞാനൊരു പേര് പറയും, ആ പേരൊന്നും അല്ല, റോസമ്മ എന്നെ ഉപേക്ഷിച്ച് പോയത്, കൈ കുടഞ്ഞേച്ച് അവര് പോയി. ഇന്ന് വരെ അങ്ങോട്ട് ചെന്നിട്ടില്ല. അമ്മയും മക്കളും പോയി. പുള്ളിയോടിയോ പറഞ്ഞതാ, ഞാൻ ജീവിച്ച കാലത്ത് ഇവർക്ക് വേണ്ടിയാ എല്ലാം ജീവിച്ചെന്ന്. പക്ഷെ ഞാനന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെന്നേ, ദൈവമെങ്കിലും എന്റെ കൂടെ. കടമകൾ നിറവേറ്റരുതെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനേലും പ്രാധാന്യം കൊടുത്താൽ അതിൽ കൊണ്ട് കുരുകും. വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ, വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ, ഇരുട്ടിന്റെ സന്തതി അല്ലല്ലോ നാമിനി, ഇരുട്ടിന്റെ സന്തതി അല്ലല്ലോ നാമിനി, ഇരുട്ടിന്റെ സന്തതി അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അതും കെണി പോലെ വരരുത്, ഓടിച്ചു മുമ്പോട്ട് പോകാം. മോശയെ പോലെ സൗന്ദര്യമുള്ള വ്യക്തികൾ ആ ദേശത്ത്, ആ രാജ്യത്ത്, അല്ലെങ്കിൽ ഭൂമിയുടെ മുഖത്ത് അന്നില്ല. അത്രയ്ക്ക് സൗന്ദര്യമാണ്. രണ്ട്, മോശയുടെ ഒരു വിശേഷത, നല്ല കായബലമുള്ളയാളാ. ജിമ്മിലൊക്കെ പോയോ എന്ന് എനിക്കറിയത്തില്ല. ജൂഡോ ആയിരുന്നോ, മിസ്റ്റർ ഈജിപ്റ്റ് ആയിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല കായബലം. ഒറ്റയടിക്കാ ഒരു തന്നെ പോന്നു അല്ലേ? ഒന്നേകാലടിച്ചു, ഒറ്റയടി. എന്നാ കാര്യ നമ്മള് അന്ത്യ വരെ അടിച്ച അവനിട്ട് കൊള്ളുകയല്ല. അവസാനം അവൻ പുറം കൈക്ക് ഒരു താങ്ങുക. അതാണ് അതാണ് നമ്മുടെ അഭ്യാസം. നിങ്ങൾ ശ്രദ്ധിച്ച ചിലർക്ക് ഇങ്ങനെ വീട്ടുകാരെ കാണിക്കുന്നതാ. ഉടനെ അപ്പനും അമ്മയും പറയും, എന്നാ അപ്പം പറയും, അവന് 3 മുട്ടയും കൂടെ കടി, മുട്ടയുടെ വെള്ള. നല്ല റോഡ് പണിക്ക് പോകുകയും തടി പിടിക്കുന്നവന്റെ മുന്നിൽ ചെല്ലാം, ഒറ്റ അടിക്കാൻ അവന്റെ
നല്ല തടി പിടിക്കുന്ന തടി കിട്ടുന്നവരെ കണ്ടില്ലേ ലോറിയെ പുറത്തൊക്കെ നല്ല ഉരുണ്ട് തഴമ്പിരിക്കുക. കരിങ്കല്ലിന്റെ പണിക്ക് പോകുന്ന ബേബി ഒരൊറ്റ അടി അടിച്ചാൽ മതി, ജൂഡോ അന്നേരം. പിന്നെ വീട്ടുകാരെ കാണിക്കാം, നമ്മൾ പറയാം ജിമ്മിൽ പിന്നെ അപ്പനും അമ്മയും കൂടെ അവന് മസിലൊക്കെ ആയി എല്ലിയോടി. ആ മസിലായി നിന്റെ കൊങ്ങായിക്ക് പിടിക്കാനായി വരുന്നു. മോശെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാ, നല്ല കായബലമാ. ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ നല്ല കരുത്താ. 3 മോശയുടെ ഒരു വിശേഷത, നല്ല വിദ്യാഭ്യാസം. 7:22 അപ്പോസ്തല പ്രവൃത്തി, അറിവുള്ള വാക്യം അന്ന് വായിച്ചു. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. കണ്ടോ, ജ്ഞാനം. ഏതെല്ലാം അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാലയൊക്കെ മിസ്രയീമിലുണ്ടെന്ന. അവിടുത്തെ ബിരുദാനന്തര ബിരുദം എടുത്ത ആളാ മോശെ. നമ്മൾ 10ാം ക്ലാസ് ജയിച്ചത് തന്നെ അപ്പുറം ഇപ്പുറം ഇരുന്നവൻ ഒരുമാതിരി കൊള്ളാവുന്നവനായതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല. പണ്ട് കോപ്പിയടിയൊക്കെ പണ്ട് ഇപ്പോഴതൊന്നും നോക്കത്തില്ല. പരീക്ഷ കഴിഞ്ഞ് പോകുമ്പോ ഡെസ്കിലെല്ലാം ബ്ലേഡ് കൊണ്ട് ചിരണ്ടിയാച്ചാ കുനുകുനാന്ന് ഒന്നും അറിയാൻ മേല. ബ്ലേഡ് കൊണ്ടേ കോപ്പി അടിച്ച് ജയിച്ചവരുണ്ട്, നന്നായിട്ട് പഠിച്ച് ജയിച്ചവരും, നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരുണ്ട്. ഉറക്കം വന്നാലും കാല് വെള്ളത്തിനകത്തിട്ട് കഷ്ടപ്പെട്ട് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് നന്നായിട്ട് പഠിച്ചു ജയിച്ചവരുണ്ട്. ഭക്ഷണം കഴിക്കാനില്ലെങ്കിലും പഠിത്തത്തിൽ പുറകോട്ട് പോയില്ല. അവരൊക്കെ നന്നായിട്ടുമുണ്ട്. അന്ന് ഉഴപ്പിച്ചവർ ഇപ്പോഴും ഉഴപ്പിൽ തന്നെ കിടക്കുക. അല്ലെ പിന്നെ സൂത്രം ഒപ്പിക്കണം. നന്നായിട്ട് ഞാന് നാളെ എപ്പോഴും പറയും, പിള്ളേരൊക്കെ ഉള്ളിടത്ത് ഞാൻ പറയും, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളായി പ്രഥമ പൗരനായിരുന്നു KR നാരായണൻ അവർകള്. അയ്യോ, ഞാനിതൊക്കെ വായിച്ച് അന്തം വിട്ടുപോയി. ഉഴവൂരിന്ന് അദ്ദേഹം നടന്ന് കോട്ടയത്ത് CMS കോളേജ് വന്നാ പഠിച്ചത്. നടന്ന്, വണ്ടിക്കൂലിയില്ല. ഏതാണ്ട് 10-30 കിലോമീറ്റർ. ഈ പിള്ളേർക്കൊക്കെ എന്ത് സൗകര്യമാണ്. വണ്ടി മുറിക്കകത്ത് വരാത്തത് കൊണ്ടാ, അല്ലെ മുറിലോട്ട് കയറ്റിയാലും അവനെ ടൈ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി മുറിക്കകത്ത് വന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല, എന്ത് അല്ലേ. കഴിക്കാനും വന്നില്ല അദ്ദേഹത്തിന്. വിശന്ന് പഠിച്ചു. അപ്പം കോട്ടയത്ത് ഒരു വീട്ടിലൊരു അമ്മയാണ് ഭക്ഷണം കൊടുത്തത്. അദ്ദേഹം നന്ദിയുള്ളവനും നല്ല മനുഷ്യനുമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരനായി കഴിഞ്ഞ് നമ്മളെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ട് ഓടിപ്പോകാനൊക്കത്തില്ലല്ലോ. അതിന്റെ നിയമാനുസരണം പുള്ളി നാട്ടിൽ കേരളത്തിൽ വന്ന് വിശേഷിച്ച് കോട്ടയത്ത് വന്നപ്പോൾ ആദ്യം ഞാൻ വീട്ടിൽ പോയി, ഭക്ഷണം കൊടുത്ത വീട്ടിൽ. എന്ത് നല്ല മനുഷ്യനാ. അദ്ദേഹം ലണ്ടനിൽ പോയി പഠിച്ചു. ഞാനതിന് പഠിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് നെഹ്റുവിനെയും പഠിപ്പിച്ചത്, ജവഹർലാൽ നെഹ്റുവിനെ. രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിച്ചു ലണ്ടനിൽ. നെഹ്റു നേരത്തെ പഠിച്ചു പോന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷമാ ഈ KR നാരായണൻ അവർകൾ അവിടെ പഠിച്ചത്. രണ്ടുപേരും ഒരു പ്രൊഫസറാണ് പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം പ്രായമായി. പഠിച്ചു കഴിഞ്ഞ് നെഹ്റുവിന്റെ കഴിവ്, KR നാരായണന്റെ കഴിവും പ്രാപ്തിയും വിടുക്കനാന്ന് മനസ്സിലായപ്പം പഠിത്തം തീർന്നപ്പോൾ ആ പ്രൊഫസർ ലെറ്റർ എഴുതി. അധികം ഒന്നും വലിച്ചു വാരി എഴുതിയില്ല, ആധാരം എഴുതും പോലെ എഴുതിട്ട് അത് ഒട്ടിച്ച് KR നാരായണൻ അവരുടെ കൈ കൊടുത്തു. നെഹ്റുവിന്റെ കൊടുത്തേക്കണം നീ കത്ത്. നമ്മളാണ് അവിടെ മുതൽ വായിച്ച് ഊപ്പാട് വരും. എന്തുവാ പുള്ളി വായിച്ചൊന്നുമില്ല. അതുപോലെ
വിവരമുള്ളവരും അറിവുള്ളവരും. കത്ത് പൊട്ടിച്ചില്ല പുള്ളി. അദ്ദേഹം കത്ത് എഴുതി വെച്ച് പറഞ്ഞത് നെഹ്റുവിന്റെ കയ്യിൽ കൊടുക്കണമെന്ന്. ഇതെന്തുവാ എഴുതിയെന്ന് പോലും അറിയാൻ മേല. അത് ഡൽഹി വന്ന് നെഹ്റുവിനെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ കുറച്ച് ദിവസം തങ്ങി. ഒടുവിൽ ആരെയോ സ്വാധീനിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ കണ്ട ഉടനെ കത്ത് കൊടുത്തു. ആദ്യം കാണിക്കാൻ ഞാൻ ഒന്ന് വലിയ തെടുപ്പും ഒന്നും വലിയ കളറും ഒക്കെ അതൊക്കെ ഉണ്ട്, ഇതിനകത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഓ, അപ്പം ആത്മീയത്തിലില്ലേ ഉള്ള ഈയിടെ ഒരു പാസ്റ്ററെ പറ്റി സഭക്കാര് പറഞ്ഞെന്ന്, ആ പാസ്റ്ററെ വിടണ്ടെന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ പറഞ്ഞ, ഓ നല്ല കാണാൻ നല്ല വെളുത്ത് കൊഴുത്തിരിക്കുക, ഇതുപോലൊരു പാസ്റ്ററെ ഇനി നമുക്ക്. ഞാൻ തമാശ പറഞ്ഞ, മാമയ്ക്ക് എന്നാ വിശ്വാസമില്ലേ? രാത്രി ഞാൻ ഫോൺ ചെയ്ത് വേണേ കേൾപ്പിക്കാം. എന്റെ ദൈവമേ, ജോഡി ഉള്ള കാര്യമായി പറഞ്ഞത്, ഞാൻ നിർമ്മിച്ചതൊന്നുമല്ല. അതൊക്കെ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇല്ലെന്നൊന്നും പറയരുത്. അപ്പം കത്ത് കൊടുത്തു. കത്ത് നെഹ്റു പൊട്ടിച്ചു വായിച്ചപ്പോ അതിനകത്ത് എഴുതിയ ഉള്ളടക്കം ഈ വരുന്ന സ്റ്റുഡന്റിനെ വെറുതെ വിടരുത്, ബ്രില്യന്റാ, ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്തിക്കോണമെന്ന്. എഴുതിയത് ആരാ? പുള്ളിയെ പഠിപ്പിച്ച പ്രൊഫസറാണ്. താരം തന്നെ ബർമയുടെ അംബാസഡറായിട്ട് വിടുകയാണ്. നിങ്ങൾ ചോദിക്കുന്നത് താനെങ്ങനെ ഇതെല്ലാം അറിഞ്ഞു? അത് അദ്ദേഹം മരിച്ചപ്പം മനോരമയിൽ ഈ വാർത്തയെല്ലാം വന്നതാ. ഞാൻ കുറച്ചൊക്കെ വായിച്ചു, ഓർമ്മയിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോന്നു. പാർട്ടിയുടെ വല്ല കുഴപ്പം? നല്ല ഒരു പൊസിഷൻ തനിക്കായിട്ട് കാത്തു കിടക്കുക. നിലവിലുള്ള ഫറവോൻ നാട് നീങ്ങിയാൽ ആ കസേരയിൽ ഇരിക്കേണ്ടത് മോശയാണ്, ന്യായമായി ചിന്തിച്ചാൽ. കാരണം ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് അവിടെ വളരെ നല്ല ഒരു കസേര. മാത്രമല്ല അടുത്ത മോശയുടെ ഒരു വിശേഷത, മിസ്രയീമിലെ നിക്ഷേപത്തിന്റെ എല്ലാ ഉടമസ്ഥാവകാശം, മിസ്രയീമിലെ നിക്ഷേപം. അപ്പൊ ധാരാളം സ്വത്തിന്റെ ഉടമസ്ഥാവകാശം. ഇത്രയേറെ ഒത്തിരി ഉണ്ട് ഇനിയും പറയാൻ, അത്തോളം കൊണ്ടങ്ങ് നിർത്താം. സൗന്ദര്യത്തില് ഒന്നാണ്, ആരോഗ്യത്തിലും ഒന്നാണ്, വിദ്യാഭ്യാസത്തിലും ഒന്നാണ്, പിന്നെ സമ്പത്ത് കൊണ്ടും ഒന്നാണ്, നല്ലൊരു കസേര. വേറെ ഒത്തിരി ഉണ്ട്, ഇപ്പൊ 5 പറഞ്ഞാൽ മതി. ഇത്രയേറെ വിശേഷതകളുള്ള ഈ മനുഷ്യൻ തെരഞ്ഞെടുത്ത മാർഗം എന്നാന്നറിയാമോ? ദൈവജനത്തോടുകൂടെ കഷ്ടത. എങ്ങനുണ്ട്? ദൈവജനത്തോടുകൂടെ കഷ്ടത. ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവർ ഇത് തെരഞ്ഞെടുക്കണം. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഇത് തെരഞ്ഞെടുക്കാൻ കാരണം
ദൈവം ഇതെല്ലാം ആവശ്യമാ. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നതാ. സൗന്ദര്യം ഇവിടം കൊണ്ട് തീരും. വിദ്യാഭ്യാസം, നിന്റെ കായബലമല്ല ഇതുകൊണ്ട് തീരും. പക്ഷെ നിലനിൽക്കുന്ന നിത്യതയാ. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. അത് പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇങ്ങനെയൊക്കെ താൻ സമർപ്പിച്ച് മുമ്പോട്ട് വന്നത് കൊണ്ട് ദൈവപുരുഷൻ എന്ന പദവി ലഭിച്ചത്. ഒരു കാര്യം പറഞ്ഞ നമുക്ക് 9:30 ഞാനൊരു 9:28 ആകുമ്പോ പ്രസംഗം നിർത്തും. പോരെ? അതോ 9:25 വേണോ? അപ്പൊ ഞാൻ എന്തിനും തയ്യാറാ. അതിന് മതി. വേണ്ട, 28 നിർത്താൻ. 2 എടുക്കൂ. എനിക്ക് ഇത്രയും സമയം തന്നതല്ലേ ദൈവത്തിന്. അപ്പൊ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്, ഇത് പുഴുപോലെ ക്ഷയിക്കും. ധനം പ്രശംസിക്കരുത്, കുരുകിൽ മാറിപ്പോകുമ്പോൾ. ഇപ്പോ ഉള്ള കാശ് നല്ലൊരു പനിക്കില്ല, നല്ലൊരു കുളിരും കിടുകിടുപ്പും വരുന്നതിനില്ല. ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ഇത് ബിസിനസ്സാ മിക്കതും. കഴിവിന്റെ പരമാവധി അങ്ങ് വന്നാലും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അഥവാ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായമാ, ആരും യോജിക്കത്തില്ല, ചെയ്യത്തില്ലെന്നറിയാം. ആ മെഡിക്കൽ കോളേജിൽ പോയി നല്ല ഒരു ഡോക്ടറെ കാണുന്നതാ നല്ലത്. നല്ല ഞാൻ പറഞ്ഞു, ബില്ല് തരും കാർഡൻ അറിയോ? ബില്ല് തരുമ്പോഴേ ആരെയും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, വന്നവരെ വിടുവിക്കട്ടെ. ബിസിനസ്സാ. ഒരു അത്യാവശ്യ കാര്യത്തിന് ചെന്ന് ഉടനെ അങ്ങ് പരിശോധന മുഴുവൻ. എന്തൊക്കെയോ പരിശോധിക്കുന്നു. ഡ്രൈവറെ പിടിച്ച് പരിശോധിച്ചു കളയും. ഡ്രൈവർ ഞാൻ പുള്ളിയെ കൊണ്ടുവരാ, നിനക്കും ഉണ്ട് അസുഖം. ഡ്രൈവർക്ക് പോലും അവിടെ. നിങ്ങൾ ഇതിന്റെ ഈ ബിസിനസിന്റെ തന്ത്രം നിങ്ങൾ നോക്കിക്കേ. സൗജന്യ നേത്ര ചികിത്സ, സൗജന്യ ക്യാമ്പ്. ഏതാ? ചുമ്മാ ഇരിക്കുന്നവർ ഓടുക. സൗജന്യം എന്ന് കേട്ടതാ. ആ ഒരു പാചകമാ പോകാൻ പ്രേരിപ്പിച്ച്. ഭാര്യയും ഭർത്താവൂടെ അവിടെ ചെന്ന് മേളിൽ കൂടെ പോകുന്നതായിട്ട് അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വലത്തെ കണ്ണിന്റെ കാഴ്ച പോകാൻ ചുമ്മാ വരയ്ക്കാത്തിരുന്ന തള്ളയാ. അവർ രാവിലെ വേറെ ദിവസം വായിച്ചോണ്ടിരുന്ന കണ്ണാടി ഇല്ലാതെ. സൗജന്യം എന്ന് കണ്ടതുകൊണ്ടാ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ഇടത്തെ കണ്ണിനെ ബാധിക്കും. പിന്നെ ഒട്ടും കാണാൻ മേലാതെ ഉടനെ പോകാൻ വഴി കണ്ണാടി വെക്കണം. വെക്കാം ഡോക്ടറെ. ഉടനെ കണ്ണാടിക്കെല്ലാം നോക്കി. കണ്ണാടിയുടെ ഫ്രെയിം 17,000, കണ്ണാടിക്ക് 22. 17, 22 എത്രയാ? 39. ഒരു കണക്ക് തയ്ക്കാം, 40. അമ്മാമ്മയ്ക്ക് ആയതുകൊണ്ട് കണ്ണാടി മേടിക്കുകയും ചെയ്യും. അച്ചായനാണ് പറയോ ഇനി കുഴപ്പമൊന്നുമില്ല, ഒന്നും വേണ്ടാന്ന് പറയും. അമ്മാമ്മയ്ക്ക് വന്ന വിഷയമാണ്. അച്ചായന് പിള്ളേരോട് പറയാം, എടീ കണ്ണ് ഉണ്ട്, അമ്മ വേണ്ട കുഴപ്പമൊന്നുമില്ല ഇമ്മ. ഇനി ഈ പ്രായത്തിൽ അമ്മാവ് അല്ല, മിക്കയിടത്തും അതൊക്കെയാ കണ്ടുവരുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഞാൻ അലോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞ ഒന്നുമല്ല. ഇതെല്ലാം ബിസിനസ്സാ, കൂടുതലും ബിസിനസ്സാ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ, എനിക്ക് സയൻസ് ഒന്നും അറിയത്തില്ലേ. ഇപ്പൊ നിങ്ങൾ പറയാം അറിയാൻ മേലാത്തന്റെ വിവരക്കേട് അതാനി പറഞ്ഞോട്ടെ. എന്നാ നിങ്ങളിപ്പോ പറയുന്നത് ആയിക്കോട്ടെ. നാട്ടിലൊക്കെ ഇപ്പൊ കണ്ടില്ലേ, പരിശോധനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ പല പരിശോധന അവര് പറഞ്ഞ എന്തോ പറഞ്ഞാ ഡോക്ടർ, ഡോക്ടർ സ്കാൻ ചെയ്തെല്ലാം ചെയ്തിട്ട് പറഞ്ഞു ഈ അസുഖം 10 ലക്ഷം പേരിൽ ഒരാൾക്ക്. അപ്പൊ 10 ലക്ഷം പേരിൽ മിടുക്കൻ ആരായി? അത് വലിയ ക്രെഡിറ്റ് ആയിട്ടാ. 10 ലക്ഷം പേര്. പിന്നെ വേറൊരു രീതി നിങ്ങൾ ഇതിന്റെ ഈ കൗണ്ട് 55,000 വരണ്ട. പക്ഷെ അമ്മാമ്മയ്ക്ക് 13,000 ഉള്ളൂ. നമുക്ക് തന്നെ അതുപോലും
നമ്മളും ചുമ്മാ കൗണ്ട് കുറവാ എന്നാത്തിന്റെ. ഡോക്ടർ പറഞ്ഞ 50,000 വേണ്ടത്. അമ്മാമിക്ക് എത്ര ഉണ്ട്? 3,000 താഴെ. ബിസിനസ് ആണെന്നറിയോ ഇതെല്ലാം? എടാ, ഇതിലെല്ലാം ഉപരി ഒരുവൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. നാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, നാട്ടിലൊക്കെ, ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ഐസിയുലോട്ട് കൊണ്ടുപോയി അവരിങ്ങനെ തുറന്നിട്ടോണ്ടിരിക്കുക. ആര് വന്നാലും നടന്നു ചെല്ലുന്നവനെ അങ്ങോട്ട് കയറ്റുക. അവൻ ബസ് എടുത്ത് ചാടി ഓടി ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ കയറി ലിഫ്റ്റ് വരാൻ താമസമായിട്ട് പെട്ടെന്ന് സ്റ്റെപ്പ് കയറി അവിടെ ചെന്നാൻ പറഞ്ഞു 7 ബ്ലോക്ക് ഉണ്ട്, ഇപ്പൊ കയറ്റിക്കോളാൻ. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോ. കയറ്റി, ഒരു കുഴപ്പമില്ലാതെ. ബിസിനസ് ആണ് കൂടുതലും. എന്നാ നമ്മൾ ചോദിക്കാം, ഡോക്ടറെ എങ്ങനെ? ഒന്നും പറയാറായില്ല. കാരണം അവർക്ക് ഇച്ചിരി കാര്യങ്ങളുണ്ട്, അത് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉടനെ മക്കൾ അമേരിക്ക, കാനഡ, അവിടെ നിന്നെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ ചോദിക്കുന്നതന്നെ, ഇന്നെങ്ങനെ ഉണ്ട് ഡോക്ടർ? ഇന്നെ വലത്തെ കണ്ണ് ചെറുതായിട്ടൊന്ന് ചലിച്ചു. അടുത്ത ദിവസം മരുന്നോട് പ്രതികരിക്കുന്നു. കള്ളയത്തിട്ട് 5 ദിവസമായി. ബിസിനസ് ആയതല്ല. നമ്മളെ കാണിക്കത്തുമില്ല. ഡോക്ടറെ ഒന്ന് കാണില്ല, കാണിക്കത്തില്ല. പിന്നെ എങ്ങനെ? 4 മണിയാകുമ്പം അണ്ടാ വട്ടത്തിൽ കൂടെ ഒരു കണ്ണടച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോ ഒരു 5-8 എണ്ണം പച്ചപ്പോതപ്പിനകത്ത് പൊതിച്ച് അതില് നമ്മുടെ നേരാന്ന് പോലും നമുക്ക്. പിന്നെ ഇറങ്ങി വരുമ്പം അനിയത്തി വയ്ക്കും, നീ കണ്ടോടി? ഞാൻ കണ്ടു. എന്തോ കണ്ടു? ഇത് സിംഹഭാഗവും ബിസിനസ്സാണ്. അവിടെ ഞാൻ ദൈവമക്കളോട് പറയാം, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വന്നവരെയൊക്കെ ദൈവം വിടിവിക്കട്ടെ. മരണത്തോട് മല്ലടിക്കുന്നവരെ ദൈവം രക്ഷിക്കട്ടെ. മാരാരോഗത്തിൽ വലിക്കുന്നവരെ ദൈവം വിടിവിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവന്റെ അടിപ്പടരാൽ നിനക്ക് സൗഖ്യമാ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവിടുത്തെ അടിപ്പടരാൽ സൗഖ്യം. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സൗകര്യത്തിൽ പ്രശംസിക്കരുത്, ധനത്തിൽ പ്രശംസിക്കരുത്, വിദ്യാഭ്യാസത്തിലും അധികം പ്രശംസിക്കരുത്. വിദ്യാഭ്യാസം നല്ലതാ, പക്ഷെ അതിൽ മാത്രമല്ല പ്രശംസ. പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കുക. ഓടിച്ചവസാനിപ്പിക്കുക. ആ മോശയെ പ്രതിഫലം നോക്കിയത് കൊണ്ടാ ഇതെല്ലാം ദൈവം വേണ്ടെന്ന് വെച്ചു. ഇവിടെ ആ മോശ 90-ാം സങ്കീർത്തനം 12 പറയുക. ആ 12-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. ഞങ്ങളുടെ നാളുകളെ, എന്റെ പ്രിയരെ, നമ്മുടെ നാളുകളെ നമ്മളൊന്ന് എണ്ണണം. ഈ ഭൂമിയിൽ എത്ര നാള് നമ്മൾ ഇനി ജീവിക്കും? ഇതൊക്കെ ഒന്ന് എണ്ണണം. ഞാൻ എപ്പോഴും പറയും, ഈ ഒരു മനുഷ്യന് 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ നാളുകളെ എണ്ണണ്ടേ? 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്നാ? ഒരു സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡ് എത്ര സെക്കൻഡാ? 1 മിനിറ്റ് 60. എത്ര മിനിറ്റാ 1 മണിക്കൂർ? 60. ആന്നേ. എത്ര മണിക്കൂറാ 1 ദിവസം കണ്ണാടി? 24. എത്ര ദിവസമാ ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ 1 മാസം? ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ മതി. 4. എത്ര മാസമാ 1 വർഷം? 12. ന്യായമായ ഒരു കണക്കില് എത്ര ദിവസമാ 1 വർഷം? 365 കാലം എന്നൊക്കെയാ നമുക്കൊരു കണക്ക്. 365 എടുത്തു. അപ്പോൾ ആ 365 ദിവസം അങ്ങനെ നോക്കുമ്പം 80 വർഷം
ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം കിട്ടും? 29,200 അല്ലേ? നോക്ക്, ചുമ്മായിരിക്കല്ലയോ കൂട്ടായ. തന്നെ ഞാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ, അപ്പൊ 80 വർഷം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവന് ലഭിക്കുന്ന ദിവസം 29,200 ദിവസമാണ്. അത്രേ ഉള്ളൂ. നമുക്കൊരു കണക്കങ്ങ് വെക്കാം. 30,000 അങ്ങ് എടുത്തു, ഒന്ന് തികയ്ക്കാന. ഈ 30,000 ദിവസം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ, നാട്ടിലെ രീതിയൊക്കെ വെച്ചാ പറഞ്ഞ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതനുസരിച്ച് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 8 അവര് പറയുന്നത്. കുറഞ്ഞത് 8 എടുക്ക. അപ്പം ഒരു ദിവസത്തിൽ ഉറങ്ങാൻ എത്രയാ? 8 മണിക്കൂർ. അപ്പം 1/3 ഉറക്കം. ഇങ്ങോട്ടല്ലേ 24. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങ. അങ്ങനെ 80 വർഷം 8 മണിക്കൂർ വെച്ച് ഉറങ്ങിയാൽ മൊത്തം 30,000 ദിവസം. 1/3 പോയാൽ പിന്നെ എത്ര ദിവസം ഉണ്ട്? 20,000. അപ്പം 10,000 ദിവസം ഉറങ്ങി തീർത്തു. അത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്ന് ഉറങ്ങുക. ഇല്ലേ? അല്ല, ഇതൊന്നും എണ്ണണ്ടേ? ഞങ്ങളുടെ നാളുകളെ ഇതൊക്കെ എണ്ണണം. 30,000 ദിവസം 80 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവൻ ദിവസം ലഭിച്ചാൽ അതിൽ 10,000 ദിവസവും ഉറങ്ങിത്തീരുക. പിന്നെ ജോലി അതവിടെ നിൽക്കട്ടെ. ഭക്ഷണം, ഇവിടുത്തെ കുറച്ചുകൂടെ ക്രമീകരണമുണ്ട്. നാട്ടിലൊക്കെ ഞാൻ ഒരാൾ ചോദിച്ചു, എത്ര നേരം ഭക്ഷണം കഴിക്കും? ഞാൻ ഓർത്തത് ഒരു 3 നേരം പറയാൻ പറഞ്ഞ 4 നേരം കഴിക്കുമെന്ന് പറഞ്ഞു. 4 വേണ്ട, 3 എടുത്താൽ മതി. 3. ചില നല്ല സമയമെടുത്ത് കഴിക്കുന്നവരും ഉണ്ട്. നല്ല പെരുക്കുന്ന ആൾക്കാർ എല്ലാം ചോദിച്ച് മേടിച്ച് ഇരുന്ന് ആസ്വദിച്ച് കണ്ട് എടുത്ത് ബൊഫേ സിസ്റ്റം ഒക്കെ ആണെ പറയുക വേണ്ട. 5 വട്ടം പോയവനെ എനിക്കറിയാം. ഒരാൾ പറഞ്ഞു മുതലാക്കണ്ടായോ എന്ന്. അപ്പൊ സമയമെടുത്ത് പെരുക്കുന്ന ആൾക്കാർ നല്ല പോളിങ്ങാ. കണ്ടാ ഈർക്കലി പരുവാ. വണ്ണമുള്ളവരും പുറകോട്ടല്ല, അവരും നല്ല പിടിയാ. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം, പിന്നെ കുളി, ദേവാല, ഒരുക്കം, അതൊന്നും പറയാൻ നേരമില്ല. യാത്ര, ജോലി, അതെല്ലാം കൂടെ നിങ്ങൾ ദിവസക്കണക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 15,000 എങ്കിലും 10 ഉറങ്ങിത്തീർന്ന് കുളി, ദേവാല, ഒരുക്കം, ഭക്ഷണം, യാത്ര, ജോലി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൂടെ ഒരു 15,000 ദിവസവും. 15,000 അല്ല, ഞാനൊരു കണക്ക് പറഞ്ഞത്. പോയിട്ട് ആകെ കൂടെ കിട്ടുന്നത് 5,000 ദിവസം തന്നെ 80 വർഷം ജീവിക്കുന്നവർക്കേ ഉള്ളൂ. നമ്മൾ ആയുസിന്റെ മധ്യാഹ്നത്തിലാ കർത്താവിനെ ചിലർ അറിഞ്ഞത്. ചിലർ ആയുസിന്റെ സായാഹ്ന വേളയിൽ അറിഞ്ഞവരുണ്ട്. ചിലർ ആരോഗ്യവും ആയുസ്സും ഓജസ്സുള്ളപ്പോഴൊക്കെ ഉഴപ്പി അടിച്ച് നടന്നേച്ച് അങ്ങേയറ്റം പറ്റിയപ്പം വന്നവരുണ്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ, എത്ര ദിവസം, എത്ര നാള് നമ്മൾ കർത്താവിന് വേണ്ടി ചെലവാക്കുന്നു. ഇന്ന് രാത്രി മോശയെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിയിര്. കർത്താവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന്. ഇന്ന് രാത്രി ബഹുമാന്യരെ ഒരു കാര്യം പറയാം. അവൻ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ, സമയങ്ങൾ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഇനി ലഭിക്കുന്ന സമയം, ദിവസം, ആയുസ്, ആരോഗ്യം, അവസരം എന്റെ കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇനി വ്യാകുലപ്പെട്ടിട്ട് കാര്യമല്ലല്ലോ, തിരിച്ചു വരത്തില്ല. പക്ഷെ ഇനി ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന ദിവസങ്ങൾ, ദൈവം നമുക്ക് തരുന്ന ആയുസ്, ദൈവം തരുന്ന ആരോഗ്യം, നമ്മുടെ കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ വചനം പറയുവാൻ, അവിടുത്തെ അവൻ മകനായി മകളായി നമ്മുടെ ശിഷ്ടായുസ് തികയ്ക്കുവാൻ, നല്ല പോർ പരുതുവാൻ. ഹല്ലേലൂയ. ദൈവമക്കൾ എണ്ണേണ്ട ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം വാക്യം വായിച്ചു വിടുന്നതേ ഉള്ളൂ, പ്രസംഗിക്കുന്നില്ല. വാക്യം വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഫിലിപ്പിയർ 6 വായിച്ചേ. എന്തോ സംബന്ധിച്ചു വായിക്കാൻ
അവയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്ത്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതെണ്ണണം. അത്രയുമല്ല, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് പറയാം. എനിക്ക് ലാഭമായിരുന്നതല്ല ഛേദമെന്ന് എണ്ണണം. ഒന്ന് നാളുകളെ എണ്ണണം. രണ്ട്, നമുക്ക് ലാഭമായിരിക്കുന്നതല്ല ഛേദമെന്ന് അതെണ്ണണം. ഞാൻ വാക്യം പറഞ്ഞങ്ങ് വിടുക, നിങ്ങൾ ധ്യാനിച്ചോ. നമുക്ക് ഒത്തിരി ലാഭമുണ്ട് കേട്ടോ. അതല്ല യേശുക്രിസ്തു മുഖാന്തരം. 7-ാം വാക്യം വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. ഒന്ന് എണ്ണിയാച്ച് കണ്ണും പൂട്ടിയിരിക്കുകയല്ല, ഇപ്പോഴും അത് എണ്ണുക. 11-ാം വാക്യം വായിച്ചേ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണണം. ഛേദമെന്നെണ്ണണം. പലതും ചവറെന്നും. പക്ഷെ നമ്മൾ ചവറെന്ന് എണ്ണിയത്, പൗലോസ് ചവറെന്ന് എണ്ണിയതല്ല നമ്മളിപ്പം സഭയ്ക്കകത്ത് ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത് എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 8-9 ഒന്ന് വായിച്ചു. വിശ്വാസാൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവായിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശം ഒരു അന്യദേശം എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടാവേശലായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. ഇത് എണ്ണണം. ഒന്ന്, ലാഭമായിരിക്കുന്നതല്ല എണ്ണണം. 2, ചവറെന്ന് എണ്ണണം. 3, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണണം. പ്രൈസ് ദി ലോർഡ്. ഏറെ സമയം എടുത്ത് വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണങ്ങിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ഇത്രയും സമയം അനുവദിച്ചതിന്, നിങ്ങൾ എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. 1, നാളുകളെ എണ്ണിക്കോണം. 2, പലതും ചവറെന്ന് എണ്ണിക്കോണം. 3, ആമേൻ സ്തോത്രം, ഛേദമെന്നെണ്ണണം. 4, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണണം. ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, നിന്നെ കൈവിടത്തില്ല. മരക്കുവോളം ചുമക്കുന്നവൻ. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോകും, അവിടുത്തെ വാഗ്ദത്തങ്ങൾ വചനം മാറത്തില്ല. നിന്നെ തള്ളിക്കളയത്തിൽ, ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല. എല്ലാ ബന്ധനങ്ങൾ അടിക്കട്ടെ. ജനത്തിനെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പോരികൾ വിടുതൽ. അടമന ജലപടമല്ല തിരുവിക വെള്ളപടമന. ഇന്ന് രാത്രി ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ വിപികമലപടമല്ല തിരുവിക വെള്ളപടമന അന്തല ജലാധാര വൈഡപടമന. ഓ ആരോഗ്യത്തിനെതിരെ, നന്മയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന പോരികൾ ഇന്ന് രാത്രി അടിഞ്ഞു മാറട്ടെ. അവിടുന്ന് വിശ്വസ്തൻ എന്ന് ഞങ്ങൾ എണ്ണുന്നു. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞങ്ങൾ എണ്ണുന്നു. ഓ ദൈവത്തിന് ഭാഗത്ത്, ദൈവത്തിന് ഉടമനമതലപടമല്ല തിരിമികമലപടമന വീരമനപടമല ചൈതൽകമന വിരികമലപടമലപടമന. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ പഴയ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടാം. ആമേൻ സ്തോത്രം. നാനാപരീക്ഷകൾ വേദനകൾ എനിക്കെന്നു ദായിടിലോ. നാനാപരീക്ഷകൾ എനിക്കെന്നുണ്ടായിടി. ഓ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചോയന്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ.
പ്രാപിച്ചു എന്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ജീവിത പാതയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രാമം ദേശത്തു പോകുന്നു ഞാൻ. ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി ഇവിടെ വന്ന് അല്പസമയങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസനും കുടുംബത്തിനും മാന്യസഭയ്ക്കും മറ്റ് പല പ്രിയപ്പെട്ടവർ വന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. എളിയവരെയും ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. മേലിലും നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. വരുന്ന ആഴ്ച കടന്നു പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ സാവകാശവും സാഹചര്യവും ഒക്കെ അനുവദിക്കുന്നെങ്കിൽ അവിടെ സഭായത്തിന് വരുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കരങ്ങളിൽ ചേർത്തടിച്ച് കർത്താവിന് മഹത്വപ്പെടുത്താട്ടെ. ആമേൻ. ദേവദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. കർത്താവ് ശക്തമായി വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആമേൻ. തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട്, ആമേൻ, തന്റെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട്, വിശേഷാൽ തിരുവല്ലയിലെ ചർച്ചിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ആമേൻ പാട്ടുപാടി ആരാധിക്കുമ്പോൾ കർത്താവിന് കൊടുക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു. എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. നല്ല നാഥനെ നിനക്കായി ഞാൻ വില ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിധേവരാ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിധേവരാ വിശ്രമവും. ശത്രുകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ആശയേറും നീ അങ്ങ് കാണുവാൻ
ആമേനേശുവേ വരണേ. ആശയേറുന്നേ അങ്ങേ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയത്തിലും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെയൊന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ദൂതുകൾക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞിട്ട് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങയുടെ അഭിഷിക്തനെ കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തിയല്ലോ. കർത്താവ് ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തിപരമായി എല്ലാം കർത്താവ് നൽകി തന്ന നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷിക്തനെ കർത്താവ് ദേശത്തേക്ക് അയച്ചതിനായി സ്തോത്രം. കർത്താവ് ഒരു ഉണർവിന്റെ കാറ്റ് ഈ ദേശത്ത് വെളിപ്പെടുവാൻ, അഭിഷേകത്തോടെ ഞങ്ങളെ നിർത്തുവാൻ കർത്താവ് ഈ ദേശത്ത് വലിയ ആമേൻ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആമേൻ റോഷബറിന്റെ പപ്പ മുന്നോട്ട് കടന്നു വന്നപ്പോൾ പ്രാർത്ഥിക്കും. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹയുടെ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. സന്ധ്യയുടെ യാമം മുതൽ ഈ സമയം വരെയും അവിടുത്തെ തൃപ്പാദം ഞങ്ങളിരുന്നു. ഞങ്ങൾക്ക് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, കർത്താവിന്റെ ശ്രേഷ്ഠദാസം കൂടെ അനുഗ്രഹിക്കൂടെ ദൂത് കേൾക്കുവാൻ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണേന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ശ്രേഷ്ഠൻ എണ്ണുവാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. തൊക്കെ ചപ്പന്നും ചവർന്ന് എണ്ണുവാൻ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ട്. ഞങ്ങളുടെ പ്രത്യാശ നിത്യതയാ. ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യം വരെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് വിടേണ്ടതിനെ വിട്ടും തേക്കനെ തേച്ച് സ്കരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നായനും പൂർത്തുന്ന യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാനുള്ള കൃപ നാട്ടു കർത്താവേ. കർത്താവെ, കൂട്ടായ്മയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ സന്തോഷ് പ്രാർത്ഥനയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി കൊടുത്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, അനീസ് ഭാഷയോട് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതുകൾക്കായി സ്തോത്രം. ദാസന്റെ ശുശ്രൂഷകളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. പോരാ, ഓ ക്രിസ്തു എന്ന നിലയോളം വളരുവാൻ കൃപ കൊടുത്താട്ടെ.